early. So yeah, first years, oh, that's actually quite decent. 5. Okay, cool. Thanks. കേൾക്കാൻ മാറ്റിക്കോ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ സെക്കൻഡ് ഇയേഴ്സ് ഐ ഗെസ്. അയ്യോ എനിക്ക് ഇയർ ഒന്നും ഓർമ്മ ബട്ട് യാ, ഈ ഫ്ലട്ടറിനെ കുറിച്ച് നേരത്തെ എൻ്റെ സെഷൻസോ വേറെ ഏതെങ്കിലും സെഷൻസോ നേരത്തെ ഫ്ലട്ടർ ഉപയോഗിച്ച ആൾക്കാരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ടു സീ വാട്ട് ദ ക്രൗഡ് ഇസ് ലൈക്ക്. വിൽ get this intro session would happen 3 minutes or 4 minutes. Don't worry about that. Time കളയുന്നില്ല. ഓക്കെ, അഭിനവ്, കാർത്തിക്, അർജുൻ, ആവിന റെഗുലേഴ്സ് ആണ്. CB. ഓക്കെ, 5 folks. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് പരിചയമില്ല എന്ന് ഞാൻ. ഓക്കെ, കൂൾ. ഫിലാൻഡേഴ്സ് ഓൾസോ ദേർ. ഇവരൊക്കെ എനിക്ക് നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ്. സോ മോസ്റ്റ് ഓഫ് ഈ ഫോക്സ് ലൈക്ക് 5 പേര് ഫസ്റ്റ് ഇയേഴ്സും ബാക്കി ഇപ്പൊ 19 ആൾക്കാരിൽ 5 പേര്, ബാക്കി 14 5 പേരും പരിചയമുള്ള ആൾക്കാർ. സോ about 14 folks you are new to this thing. അപ്പോൾ I'll get you started with who I am. I am Govind. ഇപ്പോൾ GDSC ഇവിടുത്തെ MCEയിലെ MEC ആണ് MC ആണ്, വേറെ ഇതിലും കോഡ് മനസ്സിലായിട്ടില്ല. MCE ആണല്ലോ അല്ലേ? MC. അതെ, നമ്മുടെ കോളേജിലെ GDSCയിലെ ടെക് ലീഡാണ് ഞാൻ. വലിയ കാര്യമൊന്നുമില്ല, ബട്ട് ഐ സ്പീക്ക് ടെക്, ഐ സ്ലീപ് ടെക്, ഐ ഈറ്റ് ടെക്. ബാക്കി ഞാൻ പൂരിപ്പിക്കുന്നില്ല. ആൻഡ് ഞാൻ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ ഇവിടെ തുടങ്ങിയ കാലത്ത് ഫ്ലട്ടർ ആയിരുന്നു ചെയ്തതെങ്കിലും ഇപ്പൊ ഞാൻ LLMs, AI ആ രീതിയില എന്നെ പൊതുവെ അറിയപ്പെടുന്നത് സർക്കിൾസിൽ. You go around Mulan or Tinker Hub, the foundation guys know me. Okay, so എന്നെ കുറിച്ച് കേൾക്കാം ഇനി. Why Flutter? Why do we talk about Flutter here? Now, actually Flutterന്റെ കാലമൊക്കെ ചാവാറായി. The session is not super relevant, but it is relevant in one aspect. 2010 ശേഷമാണല്ലോ സ്മാർട്ട് ഫോണിന്റെ ഒരു ഗ്രോത്ത്. 2013 ശേഷമാണ് സ്മാർട്ട് ഫോണിന്റെ ഗ്രോത്ത്. ആൻഡ് ദാറ്റ്സ് വൺ എവരിവൺ ആൻഡ് ദെയർ മോം വാസ് മേക്കിംഗ് എ മൊബൈൽ ആപ്പ്. വൈ? ബിക്കോസ് യു ഹാവ് എ മൊബൈൽ ആപ്പ് ഇറ്റ് സെൽസ്. അത് പണ്ട് വെബ്സൈറ്റ്സ് ആയിരുന്നു. വെബ്സൈറ്റ്സ് ഇപ്പോഴും ചത്തിട്ടില്ല, അതുപോലെ മൊബൈൽ ആപ്സ് ഇതുവരെയും ചത്തിട്ടില്ല. സ്മാർട്ട് ഫോൺസ് ആർ ഹിയർ ടു സ്റ്റേ. ദേ ആർ സ്റ്റേയിങ് ഫോർ എ ഡെക്കേഡ് ആൻഡ് ഓവർ. സോ ഡസ് Flutter have no scope? Yeah, Flutter scope ഉണ്ട്. Like I'll tell you why like a front end framework is necessary. ഞാൻ back end developer പൊതുവെ. I don't constrain myself as a stack developer. പക്ഷെ ഞാൻ കുറച്ചുകൂടെ back end ആ ചെയ്യുന്നത്. You can develop the most sophisticated big brain technology on the back end. എന്ന് വെച്ചാൽ യൂസറിന്റെ ഇൻപുട്ട് എടുക്കും, യൂസറിന്റെ ഇൻപുട്ട് എടുത്തിട്ട് അത് പടം വരച്ച് തരും, പടത്തിന്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഓക്കെ, കൂൾ. ഒരു ഡാറ്റ കിട്ടിയ യു ക്യാൻ പ്രോസസ് ഇറ്റ്, ഫൈൻ. ബട്ട് ഹൗ ഡു യു പ്രസന്റ് ഇറ്റ് ടു ദ യൂസർ? ബിക്കോസ് UX is the thing. If you show a user a shiny thing, even if it does not work out, or even if it doesn't actually work, even if it's fake on the back end, if the front end is good, it's going to sell. It is basics. ആൾക്കാർ വിട്ടാൻ ഫ്രണ്ട് end ആണ് വേണ്ടത്. എത്ര കിടിലമാണ് ബാക്ക് എൻഡിലെങ്കിലും കാര്യമില്ല. Now, how do we do this? I'll tell you the developer ecosystem right now. Year 35. അപ്പോൾ we actually are on track. 35i, and we are talking about Flutter. So ഇപ്പോഴത്തെ dev ecosystem പറയാം. You are a new developer, you want to start developing, you want to make something which your users see. Front end, back end you can do anything, API calls, blah blah blah, easy. But front end users ne kanikkan, what is your option? Your first bet is probably JavaScript. ശരി, JavaScript പഠിച്ചു, HTML CSS കുത്തിയിരുന്ന് പഠിച്ചു. HTML CSS JavaScript പഠിച്ചിട്ട് ആകെ ഒരു ഫ്രണ്ട് പേജേ ആയുള്ളൂ. അത് ജസ്റ്റ് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇഫ് യു എക്സ്പീരിയൻസ് ദിസ്, യു പ്രോബ്ലി റിലേറ്റ് വിത്ത് വാട്ട് ഐ എം സ്പീക്കിംഗ് അബൌട്ട്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാലും
JS കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യു നീഡ് ടു ലേൺ എ ഫ്രെയിം വർക്ക് നെക്സ്റ്റ്. ആംഗുലാർ ഉണ്ട്, വ്യൂ ഉണ്ട്, പല പല ഫ്രെയിം വർക്കുകളുണ്ട്. ഇനി ആ ഫ്രെയിം വർക്ക് ഒരെണ്ണം എടുത്തു. ലെറ്റ്സ് സേ 1 second. Yeah, nothing here. സോ ഒരു ഫ്രെയിം വർക്ക് എടുത്തു. ലെറ്റ്സ് സേ റിയാക്ട് ഇരുന്ന് പഠിക്കുക 2-3 മാസം എടുത്ത്. സ്റ്റിൽ നൗ യു ആർ ഓൺലി ബിഗിനിങ് ടു ബിൽഡ് സംതിങ്. എന്തെങ്കിലും ബിൽഡ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ആവശ്യം ഉള്ള സ്ഥലമേ എത്തിയുള്ളൂ. ബട്ട് വാട്ട് ക്യാൻ യു ബിൽഡ് റൈറ്റ് നൗ? ഓൺലി വെബ്സൈറ്റ്സ്. ലെറ്റ്സ് സേ യു വാണ്ട് ടു ബിൽഡ് ആൻ ആപ്പ് നൗ, അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ആപ്പ്. ബിക്കോസ് നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മൾ പാക്കേജ് കൊടുക്കാൻ പറ്റണം. ആസ് എ ഡെവലപ്പർ എനിക്ക് ഒരു ഡെസ്ക്ടോപ്പ് ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഡെസ്ക്ടോപ്പ് ആപ്പ് ഉണ്ടാക്കാൻ പറ്റണം. ഒരു മൊബൈൽ ആപ്പ് ആക്കിയാണ് എന്റെ യൂസർ ചോദിക്കുകയെങ്കിൽ അപ്പം മൊബൈൽ ആപ്പ് ഉണ്ടാക്കാൻ പറ്റണം. ആ വെർസിറ്റിലിറ്റി വേണം. ഈ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചുള്ള കുഴപ്പമില്ല. ജാവാസ്ക്രിപ്റ്റ് ഇസ് ആക്ച്വലി ഗുഡ് ടു സ്റ്റാർട്ട്. പക്ഷെ ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് സംതിങ് സൂപ്പർ ഫാസ്റ്റ് ആൻഡ് പുഷ് സംതിങ് ഔട്ട് ലൈക്ക് റിയലി ഫാസ്റ്റ്, യു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, റൈറ്റ്? യു ഹാവ് എ സ്റ്റീപ്പ് ലേണിംഗ് കർവ്. അതും വെബ്സൈറ്റ് ഉണ്ടാക്കാൻ എപ്പോൾ അറിയാവുള്ളൂ. നൗ ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ടാക്കാൻ നിനക്ക് താല്പര്യം. അങ്ങനെയാണെങ്കിൽ ഹൗ ഡസ് ഇറ്റ് ഗോ? യു ലേൺ കോട്ട്ലൻ അല്ലെങ്കിൽ ജാവ. ബട്ട് ജാവ നോബഡി യൂസസ് ഇറ്റ് എനിമോർ. ബട്ട് കോട്ട്ലൈൻ എടുക്കുകയാണെങ്കിൽ കോട്ട്ലൈൻ പഠിക്കും. കോട്ട്ലൈൻ പഠിച്ചു കഴിഞ്ഞിട്ട് കോട്ട്ലൈനില് കുറെ, അതും ഒരു സ്റ്റീപ്പ് ലേണിംഗ് കർവ് ആണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉപയോഗിക്കുന്നത് ഒരു മെനക്കേടാ. അതെല്ലാം പഠിച്ച് കഴിയുമ്പോഴത്തേക്കും വാട്ട് ഡു യു നോ ഹൗ ടു ബിൽഡ് ആൻ ആൻഡ്രോയിഡ് ആപ്പ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ്രോയിഡ് ആപ്പ് മാത്രം ഉണ്ടാക്കാൻ അറിയാവുള്ളൂ. അത് വെച്ച് വെബ് ഉണ്ടാക്കാൻ അറിയത്തില്ല. വെബ് അറിയാം, ആൻഡ്രോയിഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല. രണ്ടും സെപ്പറേറ്റ് ടെക്നോളജീസാ. ഇതാണ് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻസ്. ഒരു പ്ലാറ്റ്ഫോം നമ്മൾ വിളിക്കുന്ന ഒരു ടെക് ഒരു പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് ആയി പോകും. ഇനി ഫ്ലട്ടർ, ഐ ബെറ്റ് ഓൺ ഫ്ലട്ടർ അബൌട്ട് 2018-2019. ഞാൻ അന്നാ ഫ്ലട്ടർ ആദ്യം കാണുന്നേ. അല്ല അതിനെ കണ്ടിന് മുന്നേ ഞാൻ 10th സ്റ്റാൻഡേർഡ് ആയപ്പോഴേ ഫ്ലട്ടറിന്റെ ഒരു വലിയ മാട് സാധനം പ്രിന്റ് എടുത്ത് വെച്ചായിരുന്നു. വെറുതെ വായിച്ചൊന്നും നോക്കിയില്ല. അവരുടെ ഡോക്യുമെന്റേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാൻ നോക്കി പണ്ട്. സോ അന്ന് തൊട്ടേ ഫ്ലട്ടറിന്റെ ഒരു അഡ്വാൻറ്റേജ് ലൈക്ക് അന്നേ കത്തി നിന്നതാ. ദ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ പല പല ടെക് പഠിച്ചു ഒരു സാധനം ഇങ്ങനെ നന്നായി പഠിക്കുന്നത്. ഓരോ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ്. പക്ഷെ ഫ്ലട്ടർ ഇസ് ക്രോസ് പ്ലാറ്റ്ഫോം. ഫ്ലട്ടറിൽ ഒരു സാധനം നീ എഴുതുകയാണെങ്കിൽ the code you write works on Android, iOS, Mac, Android TV, I guess, Windows, Linux, anything, any OS അല്ല, അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈഡ് വെറൈറ്റി ഓഫ് OS ഉണ്ട്. LLVM എന്നൊരു സാധനമുണ്ട്. ഇഫ് യു ലുക്ക് ഇൻ ടു ദാറ്റ് മൈ ഗിവ് യു മോർ ഇൻസൈറ്റ്സ്. പക്ഷെ LLVM ഓടുന്നെങ്കിൽ ഫ്ലട്ടർ മിക്കവാറും അവിടെ ഓടും. Flutter is developed by Google and all that stuff. Yada yada yada. But this is the core thing about it. Why Flutter is huge? It's because it's cross-platform. Oratta code base area madi, you can use the same code for making a website, making a web app, making a desktop app on Linux, Mac, and Windows. You can make an Android app. You can make an iOS app. All platform oratta code. ഇതേ സമയം നീ വേറെ ഒന്നായിട്ടുള്ള ടെക് സ്റ്റാക്സ് പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ വെബ് ഉണ്ടാക്കാൻ HTML, CSS, JavaScript ആൻഡ് എ ഫ്രെയിം വർക്ക് ലൈക്ക് റിയാക്ട്. പിന്നെ തീർന്നില്ല, നോഡ്, അത് ഇത് എല്ലാം വരും. വെബ് മാത്രമേ ആയുള്ളൂ. നോഡ് വരുമ്പോഴത്തേക്കും ഡെസ്ക്ടോപ്പ് ആവും. പിന്നെ ഡെസ്ക്ടോപ്പ് ആകുമ്പോഴത്തേക്കും യു വിൽ നീഡ് ടു ലേൺ ഒന്നെങ്കിൽ .js വഴി വെബ് നോഡിലോട്ട് ഉപയോഗിക്കും. വെബ് എന്ന ടെക്നോളജീനെ വിൻഡോസിൽ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ യു നീഡ് ടു ലേൺ ലാംഗ്വേജസ് ലൈക്ക് C#, .NET ഫ്രെയിം വർക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അല്ല ആൻഡ്രോയിഡ് ആണെങ്കിൽ കോട്ട്ലിൻ, iOS ആണെങ്കിൽ സ്വിഫ്റ്റ്. ഇപ്പൊ 5 ലാംഗ്വേജ് പഠിക്കണോ, ഇത് പഠിക്കണോ? ദിസ് ഇസ് ഈസിയർ ആസ് എ ബിഗിനർ. ഇനി വൺ മോർ പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ ഫ്ലട്ടറിന്റെ ആ പേജിലോട്ട് പോവാം. നൗ ലെറ്റ്സ് സേ യു ആർ എ കമ്പനി, നോട്ട് എ ബിഗ് കമ്പനി, എ സ്റ്റാർട്ടപ്പ്, ലിറ്ററലി സ്റ്റാർട്ടിംഗ് ഔട്ട്. ലെറ്റ്സ് സേ ഇറ്റ്സ് യുവർ ഷെഡി ഐഡിയ ആൻഡ് യു വാണ്ട് എ സ്റ്റാർട്ടപ്പ്. 1 second. Okay, let's say you are running a startup, you are building your own company or something. You have brilliant app idea, like a service idea. How would you want to develop? യൂസർ എവിടെ ചോദിച്ചാലും ഡിപ്ലോയ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മാത്രമായില്ല നോക്കുക. എന്നുവെച്ചാൽ
നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബാൻഡ്വിഡ്ത്ത് ഇല്ല. യു ഡോണ്ട് ഹാവ് ഇനഫ് ക്യാപിറ്റൽ, യു ഡോണ്ട് ഹാവ് ഇനഫ് മാൻ പവർ ടു ഡു ദിസ്, ടു ഡെവലപ്പ്. 5 ടീംസിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാശ് കാണത്തില്ല നിങ്ങൾക്ക്. 5 ടീംസ്, അത് അത്ര ആൾക്കാരെയും കിട്ടത്തില്ല. ഒരേ സാധനം, ലെറ്റ്സ് സേ യു ആർ ഡെവലപ്പിംഗ് ആമസോൺ പോലത്തെ ഒരു സാധനം, അത് കോട്ട്ലിൻ എഴുതണം, സ്വിഫ്റ്റിൽ എഴുതണം, വെബിന് എഴുതണം, C# എഴുതണം, ഇതെല്ലാത്തിനും മടിയാകും. But if you're learning Flutter, it's easy. One code base, your life is easy. പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്യാം. If you're a one guy like army, one man army, it's easy. That is why startups prefer this. Startups used to prefer this. ഇനി ഒരു 5 minutes ഞാൻ റിയാലിറ്റിയും കൂടെ പറയാം ബിഫോർ യു ബെറ്റ് ഓൺ ഫ്ലട്ടർ ടു മച്ച്. കാരണം ഐ തിങ്ക് ബിഫോർ യു ഡെലിവർ ടെക്നോളജി യു മസ്റ്റ് നോ നോട്ട് ഓൺലി ദ ഷൈനി സ്റ്റഫ് ബട്ട് ഓൾസോ ദ റിയാലിറ്റി. ഫ്ലട്ടറിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഫ്ലട്ടറിന്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു. ഇതായിരുന്നു ഫ്ലട്ടറിന്റെ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് ലൈക്ക് ക്രോസ് പ്ലാറ്റ്ഫോം. ആ കാലത്ത് ക്രോസ് പ്ലാറ്റ്ഫോമിൽ വേറെ ആരുമില്ല ആയിരുന്നു. ക്രോസ് പ്ലാറ്റ്ഫോമിന്റെ കിങ് വാസ് ഫ്ലട്ടർ. മോസ്റ്റ്ലി വെൽ പോളിഷ്ഡ് ആയത്. ഇറ്റ് വാസ് സ്റ്റിൽ ഇമ്മച്യൂർ, ഐ മീൻ നോട്ട് മെച്യൂർ, അത്ര വെൽ ഡെവലപ്ഡ് ഇക്കോസിസ്റ്റം അല്ലെങ്കിലും ഫ്ലട്ടർ വാസ് ലീഡിങ് ദ പാക്ക്. ആൻഡ് കോട്ട്ലിൻ വാസ് ലൈക്ക് ഓക്കെ ആൻഡ്രോയിഡ് ഓൺലി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. രണ്ടും കൂടെ പ്രൊഡക്ട്സാ. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് റീസെന്റ് കോട്ട്ലിൻ ഓൾസോ ബിക്കെയിം ക്രോസ് പ്ലാറ്റ്ഫോം. കോട്ട്ലിൻ ക്രോസ് പ്ലാറ്റ്ഫോം ആയപ്പോഴത്തേക്കും ഇറ്റ് ഷുക്ക് മൈ ഹാർട്ട് ബിക്കോസ് now Kotlin developers have a real compelling advantage. Like Kotlin allows you to write native code. Native code എന്ന് പറയുമ്പോഴത്തേക്കും സിസ്റ്റം ലെവലിൽ ലൈക്ക് ഹാർഡ്വെയർ ലെവൽ ഫീച്ചേഴ്സ് മര്യാദയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ OS തരുന്ന ഫങ്ഷനാലിറ്റീസ് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് അങ്ങനെ no, Flutter is not better than Swift. Flutter supports iOS. Flutter supports multiple platforms. Flutter is cross-platform. Swift is not cross-platform. അപ്പോൾ Flutter, like don't follow the trend എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. Because trends will change. You learn Flutter because you want to build something. You are not betting on ഇതാണ് എൻ്റെ ടെക് സ്റ്റാക്ക്. ഡോണ്ട് ഡു ദാറ്റ്, നെവർ എവർ ഡു ദാറ്റ്, പ്ലീസ് ഡോണ്ട്. അത് പണ്ട് ചെയ്തിട്ടുണ്ട്. യു ലേൺ സംതിങ്, ടു ബിൽഡ് യുവർ ഓൺ ആപ്പ്, പ്ലീസ് യൂസ് ഫ്ലട്ടർ ബിക്കോസ് ഇറ്റ്സ് ഈസി, റിയലി ഈസി. കോഡിലൊക്കെ പഠിച്ചെടുക്കുന്ന സാധനക്കാട്ടി ഫ്ലട്ടർ പെട്ടെന്ന് നടക്കും. പക്ഷേ കം ടു ദിസ് നോട്ട് ആസ് ലൈക്ക് ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ ഓൺലി ഗോൾഡ് തിങ്. ഐ ഡിഡ് ദാറ്റ് ഇൻ ദ പാസ്റ്റ്. സിബി ഹിയർ നോസ് ദാറ്റ്. സിവി, വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ഫ്രം ഫ്ലട്ടർ? ആക്ച്വലി ഞാൻ പറയുന്ന കാട്ടി, ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്ന കാട്ടി നല്ലത് ലെറ്റ്സ് ടോക്ക് വിത്ത് സമൺ ഹൂസ് ആക്ച്വലി യൂസ്ഡ് ഇറ്റ്. നമുക്കൊരു 2 minutes അത് വൈൻഡ് അപ്പ് ചെയ്യാം. സോ സിബി, വാട്ട് ഡു യു തിങ്ക് ഓഫ് ഫ്ലട്ടർ ഞാൻ ഈ പറഞ്ഞൊരു അവസ്ഥയിൽ? ഞാൻ ശരിക്കും ഞാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തപ്പോ ഫ്ലട്ടർ യൂസ് ചെയ്തിട്ടില്ല. ബട്ട് നമ്മള് കോളേജിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നപ്പോഴും ഫ്ലട്ടറിലാണ് ചെയ്തത്. കാരണം അതില് സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. ലൈക്ക് ഒരു ഫുൾ വെബ് ബേസ്ഡ് ടെക്നോളജി ഫുൾ പഠിച്ചിട്ട് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് അന്നേരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്ലട്ടറിൽ ചെയ്ത്, അതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റി. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഹാക്കത്തോണിൽ പോയപ്പോഴും ലൈക്ക് ഏതെങ്കിലും ഒരു ടെക് സ്റ്റാക്ക് യൂസ് ചെയ്ത് 12 മണിക്കൂർ ചെയ്യണമായിരുന്നു. അപ്പം അത്രയും സമയം കൊണ്ട് ഒരു പോപ്പുലർ അങ്ങനെ ലൈക്ക് റെഗുലർ ടെക് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും ഫ്ലട്ടറിൽ പെട്ടെന്ന് ചെയ്യാൻ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതാണ് ഫ്ലട്ടറിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ ലൈക്ക് ഫ്ലട്ടർ മാത്രം യൂസ് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാൽ പോരായിരിക്കും. കാരണം ഫ്ലട്ടറിൽ കുറെ ലിമിറ്റേഷൻസും ഉണ്ട്. അത് എന്നെക്കാളും കൂടുതൽ ഗോവിന്ദിന് അറിയാം, അവൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആക്ച്വലി വൺ മോർ ക്വസ്റ്റൻ എടുത്ത് ചോദിക്കാം. ആമിന ഇവിടെ ഉണ്ടോ? ആമിന അത് പോയോ? ഓക്കെ, ജയദേവ് ഉണ്ടോ? ഇവർ രണ്ടുപേരാണ് എൻ്റെ ആക്ച്വലി ലൈക്ക് എൻ്റെ ഫ്ലട്ടറിലെ ഞാൻ വളർത്തിയെടുത്ത കിടിലൻ ആൾക്കാർ. കാർത്തിക് ഉണ്ട്.
കാർത്തിക് ഉണ്ട്. കാർത്തിക് ഫ്ലട്ടർ ഓട്ടിട്ടില്ല, അത് അവനും അറിയാം. അടിപൊളി. So yeah, addressing the question in chat. Yeah, Flutter is good. Flutter is good to build things, but current economy and current situation പറയാൻ Flutter is not. That is recording ആണോ? അതേട്ടാ, ഇത് റെക്കോർഡിംഗ് ആണോ? അതെ, റെക്കോർഡിംഗ് ആണ്. അപ്പൊ പറയാൻ പറ്റത്തില്ല. വേണ്ട. Flutter is not that great anymore to the prospective customer. Like, what are you going for? Are you going for എന്താ പറയാ, building your own thing, or do you want to get a job? Like an app developer, like what kind of app developer? Because startups are not hiring Flutter devs anymore. Do you want to go work for a company or build your own app? Then Flutter is good enough. എനിക്ക് ഒറ്റ ഫ്രീലാൻസ് ചെയ്യുന്ന കുറെ ആൾക്കാർ അറിയാം. They make about 5 lakhs per month just freelancing. Like I know one guy who does not even develop Flutter properly. Flutter flow എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഒരു ഓവറോൾ ഐഡിയ തന്നിട്ടുണ്ട് എല്ലാവർക്കും. എന്തെങ്കിലുമൊക്കെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ, you do freelancing, മാമേ, good stuff. Cool. അത് ഞാൻ കണക്ട് ചെയ്താൽ മതി എന്നെ. I like to talk about that kind of stuff. So I have covered almost ഫ്ലട്ടറിന് ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യം. ഇനി ഫ്ലട്ടർ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും, ഫ്ലട്ടർ കാണിച്ചു തരാം. I am like trying to cater for both ends. എന്തെങ്കിലും വിട്ടുപോയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചോദിക്കേ. ലൈക്ക് ഏതെങ്കിലും സ്പെക്ട്രത്തിന്, ദ വീക്കർ സൈഡ് ഓഫ് ദ സ്പെക്ട്രം ഫീൽസ് ലൈക്ക് ആൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ഓക്കെ, സോ I'll go to Flutter. Now Flutter ഇപ്പൊ ലോക്കലി സെറ്റപ്പ് ചെയ്യാൻ നേരം പിടിക്കും. അത് കാരണം I would not suggest സെറ്റപ്പ് ചെയ്യാൻ ഇപ്പോ. Check YouTube, check how to develop this thing. But yeah, this is the Flutter website. It's flutter.dev. I'll paste it on chat. Just the chat. ഞാൻ ഇവിടെ നോട്ട്പാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അതും കൂടെ ഇട്ടുതരാം. This is Flutter. Just look at get started. ഞാൻ അതിനെ കവർ ചെയ്യുന്നില്ല. You can go there, install it. ഞാൻ പറഞ്ഞ എല്ലാ വീഡിയോ ഇതിനകത്തുണ്ട്. That's Flutter. Not gonna go there. That's my Spotify. You don't want that. Okay. Now let's see what the basics of Flutter are. ഞാനിപ്പോൾ ഫ്ലട്ടർ ചെയ്യാൻ വേണ്ടി I am going to use this thing. Is an app because, or you can say Zap. ഇതെന്തുകൊണ്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ this is an online IDE. It has everything that you need. There is nothing else that you actually need കളിക്കാൻ വേണ്ടി, ഇപ്പോൾ തൊട്ട് കളിക്കാൻ വേണ്ടി. So you'll play with this for now. Is an app.run. So ഇപ്പോൾ ആർക്കെങ്കിലും ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ, ഫോളോ ചെയ്ത് പോകണമെങ്കിൽ, feel free to do this. So now let's move on to actual dev stuff. വേറെ ഒന്നും ഇപ്പോഴത്തെ എക്സ്പ്ലോറർ സൈഡിൽ നോക്കണ്ട. You just have main.dat. അതവിടെ ഇരിക്കട്ടെ. You don't have to worry about anything. You will be greeted with this big piece of code. It's about 150 lines, but actually there's nothing in here. എന്തുകൊണ്ടെന്ന് പിന്നെ കാണിച്ചു തരാം. We'll copy this code somewhere because I lost my touch. Reference ചെയ്യേണ്ടി വരും. We'll make a new notepad. Yep, we'll have this. Now ഈ കോഡിന്റെ corresponding സാധനമാണിത്. Now what is this? This is the default counter app that it gives you. You have, I'll refresh this thing. Takes a while because it's an online compiler, of course. അപ്പോൾ ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കൗണ്ടർ കൂടി വരും. സിമ്പിൾ ആപ്പ്. Now let's look at how do we do this in Flutter. ആദ്യം ഞാൻ കോഡ് ജസ്റ്റ് ഒന്ന് അല്ലാതെ അനാട്ടമി കാണിച്ചു തരാം, അല്ലെങ്കിൽ എല്ലായിടത്തും കളയാം. I hope I remember stuff. So first we need to import material.dart. ഈ material.dart എന്ന് പറഞ്ഞാൽ actually Google has this material UI design. അതിൻ്റെ കുറെ
കമ്പോണൻസ് അതിൻ്റെ കുറേ എലമെന്റ്സ് അവർ ലൈക്ക് റെഡിലി യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്യാൻ വേണ്ടിയ മെറ്റീരിയൽ ഡാറ്റ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ വി ഡു ദാറ്റ്. ഇതിന് അങ്ങനത്തെ ഫങ്ഷൻസ് ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. So this is where the code really starts. STL ആണോ SPF ആണോ? Stateless മതി. Stateless. No. My widget. Runner അല്ലേ? Let's try. Let's see what is doing here. Compile നേരം പിടിക്കും. Okay, now we get a blank screen probably. Yep. Yeah, placeholder വന്നു. Exclude നടക്കില്ല. That is our app right now. ഇതാണ് നമ്മുടെ app. This is the most basic structure of Flutter. ഇതൊക്കെയാണെങ്കിൽ എന്താ കാണിച്ചത്? നിങ്ങൾ എല്ലാവരും C തൊട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്, ലൈക്ക് ഫസ്റ്റ് ഇയേഴ്സ് യു ടച്ച് C, റൈറ്റ്? ഓർ C ആയിട്ടില്ലേ? C സെക്കൻഡ് സെമ്മിലല്ലേ? ആണോ? അയ്യോ വലിച്ച്. Okay, if you are not familiar, like second sem. Okay, so you guys are on first sem. Okay, കുഴപ്പമില്ല. We are good. How many of you guys are actually familiar with any sort of programming language? അതോ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ? Actually show me a hands of programming language at experience illa. You haven't programmed with any other languages before this. So name is the guy. Okay, so you got 3 folks. That's gonna be rough. പക്ഷേ I will not be actually കൂടുതൽ അങ്ങോട്ട് ചായ നിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ വി ലൂസ് ലോട്ട് ഓഫ് കണ്ടന്റ്. ഞാൻ പറത്തി പോവാ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്ക്. ഇറ്റ്സ് ദ ഏജ് ഓഫ് ChatGPT. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് തിങ്. ChatGPT ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. റെഫർ ഇറ്റ് ബട്ട് ഡു നോട്ട് കോപ്പി ഇറ്റ്. റൈറ്റ് ഇറ്റ് ഓൺ യുവർ ഓൺ. ബിൽഡ് എ മസിൽ മെമ്മറി. പ്ലീസ് ബിൽഡ് എ മസിൽ മെമ്മറി, ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പിന്നെ പറ്റത്തില്ല. ട്രൈ ടൈപ്പിംഗ് തിങ്സ് ഓൺ യുവർ ഓൺ. So we imported material dot അതെന്താന്ന് പറഞ്ഞു. ഇനി void main, this is your entry point actually. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷൻ അകത്തുള്ള സാധനം മാത്രമേ ഫ്ലട്ടർ റൺ ചെയ്യുമ്പോൾ ഫ്ലട്ടർ ആകെ നോക്ക് മെയിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, മെയിൻ എന്ന ഫംഗ്ഷനകത്തുള്ളത് മാത്രം റൺ ചെയ്യും. ബാക്കിയുള്ള എല്ലാം മീൻസ് എക്സ്റ്റേണാലിറ്റീസ്, എക്സ്റ്റേണൽ സ്റ്റഫ്. അത് ബോദർ ചെയ്യത്തില്ല അൺലെസ് ഇറ്റ് ഇസ് എക്സ്പ്ലിസിറ്റ്ലി ടോൾഡ് ടു ലുക്ക് അറ്റ് ദാറ്റ് സ്റ്റഫ്. അപ്പോൾ മെയിൻ്റെ അടുത്ത് നമ്മളിവിടെ പറയുന്ന റൺ ആപ്പ്, ഇറ്റ്സ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ദാറ്റ് യു ക്യാൻ യൂസ്. ആൻഡ് this is also very important. If you are starting as a developer, read the freaking docs. ഒരു ഇപ്പൊ റൺ ആപ്പിന്റെ ഉടനെ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് ആക്ച്വലി ഷോയിങ് മീ വാട്ട് ഇറ്റ് ഡസ്. ഇൻഫ്ലേറ്റ്സ് ദ ഗിവൺ വിഡ്ജറ്റ് ആൻഡ് അറ്റാച്ചസ് ഇറ്റ് ടു ദ സ്ക്രീൻ. ബാക്കിയുള്ളത് വായിച്ചാൽ നല്ലത്, വായിച്ചിട്ട് എന്തോന്നാണെന്ന് തപ്പിപ്പിടിച്ച് പോകുന്നത് അതിനെക്കാട്ടിയും നല്ലത്. Now what does it actually do? Takes a widget. ഇനി ആ വിഡ്ജറ്റ് എന്ന കോൺസെപ്റ്റ് പറയാം എന്തോന്നാണ്. ഫ്ലട്ടറിനകത്ത് സ്ക്രീൻ, ടെക്സ്റ്റ് ബോക്സ്, ബട്ടൺ, ഇങ്ങനത്തെ ഓരോരോ സാധനവും ഇൻഡിവിജ്വൽ എലമെന്റ്സ് അല്ല. ദേ ആർ ആക്ച്വലി ലൈക് എലമെന്റ്സ് ആണെങ്കിലും റാദർ ദാൻ ലൈക് ഈ ബട്ടനും ടെക്സ്റ്റ് ബോക്സും സത്യം പറഞ്ഞാൽ ഒരു കോമൺ സാധനമാണ്. എന്ന് വെച്ചാൽ ലൈക് ഡോഗും ഞാനും ഒരു ആനിമൽ ആണല്ലോ. പിന്നെ ആനിമൽസ്, പ്ലാന്റ്സ് എന്നൊക്കെയാണെങ്കിൽ ലിവിങ് ഓർഗാനിസം. ഇഫ് യു നോ അബൌട്ട് ക്ലാസ്സസ് യു മസ്റ്റ് ബി ഫെമിലിയർ അബൌട്ട് ദിസ്. പക്ഷെ ഇതെല്ലാം ഓരോ ക്ലാസ്സിനകത്ത് വരുന്ന സാധനങ്ങളല്ലേ. അതുപോലെ ഫ്ലട്ടർ കണ്ണിൽ കാണാൻ പറ്റുന്ന എല്ലാ സാധനവും ഇസ് എ വിഡ്ജറ്റ്. എവറിത്തിങ് ഇസ് എ വിഡ്ജറ്റ് ദാറ്റ് ഇസ് ഓൺ സ്ക്രീൻ ഇസ് എ വിഡ്ജറ്റ്. അപ്പോൾ ഈ ആപ്പ് തന്നെ ഒരു വിഡ്ജറ്റ് ആക്ച്വലി. ഇപ്പോൾ റൺ ആപ്പ് ഇസ് ആക്ച്വലി ലോഞ്ചിങ് മൈ വിഡ്ജറ്റ് എന്നൊരു ആപ്പ്. വി ക്യാൻ കോൾ ഇറ്റ് മൈ ആപ്പ് ഓർ എനിത്തിങ്, ബട്ട് ഇപ്പം മൈ വിഡ്ജറ്റ് എന്ന് ഞങ്ങൾക്ക് ഇടാം. If you want to do this, if you want to change it, let's do it here. STL my app, and we'll put it my app here. My app.
A bracket എന്തായിട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ it is because this is a class and this is a constructor. നിങ്ങൾ ക്ലാസ്സും കൺസ്ട്രക്ടറും എന്താണെന്ന് അറിയണമെങ്കിൽ വിട്ടുകള, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. So what do we have? We have main function, we have ഒരു എന്തോ ഞാൻ STL അടിച്ചു, എന്തോ ഓട്ടോ കംപ്ലീറ്റ് ആയി. Remember about the shortcuts as well. STL, stateless widget. Stateless stateful widget എന്തോന്ന് ഞാൻ അടുത്ത യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നമുക്കൊരു ലൈക്ക് ഒരു പ്രോബ്ലം വരും ഇപ്പൊ തന്നെ. സ്റ്റേറ്റ്ഫുൾ സ്റ്റേറ്റ്ലെസ് ഡിസ്റ്റിങ്ക്ട് ചെയ്ത് ഇപ്പോൾ ഫോർ നൗ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആണ് വിഡ്ജറ്റ്. ഇപ്പോൾ ഞാൻ മൈ ആപ്പിൽ നിന്ന് ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഉണ്ടാക്കി, അതിൽ എന്തൊക്കെയോ കോൺസ്റ്റ് ബ്ലാ 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 ആക്ച്വലി കൺസ്ട്രക്ടർ ആൻഡ് ഇതെന്തൊക്കെയോ ഉണ്ട്. ദിസ് ഇസ് മാജിക്. നമുക്ക് ആകെ നോക്കേണ്ടത് വിഡ്ജറ്റ് ബിൽഡ് ഇതിനകത്ത് റിട്ടേൺ ചെയ്യുന്നുണ്ട്, റിട്ടേൺ കോൺസ്റ്റന്റ് പ്ലേസ് ഹോൾഡർ. ദിസ് ഇസ് ദ മാജിക്. ദിസ് ഇസ് ദ മാജിക് ആക്ച്വലി ഹാപ്പൻസ്. നമുക്ക് ഇവിടെ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യാം എന്തോന്നാ കണ്ടെയ്നർ, ഒരു വെറുതെ ഒരു കണ്ടെയ്നർ ആഡ് ചെയ്യാം. കണ്ടെയ്നറിനൊരു ചൈൽഡ് ടെക്സ്റ്റ് ബോക്സ് ആണോ ഓർമ്മയില്ല. ഐ ഹോപ്പ് ഇറ്റ്സ് എ ടെക്സ്റ്റ് ബോക്സ്. ബോക്സ് അല്ല, നല്ലി child. Oh, well, let's put a text then. Text hi. So what are we doing here? Save ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടുത്തെ പ്ലേസ് ഹോൾഡർ എന്ന സാധനം മുഴുവൻ റിപ്ലേസ് ചെയ്തിട്ട് അതിനകത്ത് കൊണ്ട് കയറ്റിയ കണ്ടെയ്നർ ചൈൽഡ് ടെക്സ്റ്റ് ഹൈ. വാട്ട് ഇസ് ദിസ്? സോറി, ഐ നീഡ് ടു ബിൽഡ് സംതിങ്. കാര്യം മറന്നുപോയി. I need to build എന്തായിരുന്നു സ്കാഫോൾഡ്. സ്കാഫോൾഡ് ആപ്പ് ബാർ ഒന്നും വേണ്ട. സ്കാഫോൾഡ് ബോഡി അതിനകത്തൊരു കണ്ടെയ്നർ വയ്ക്കാം. ഇതിനെ മെറ്റീരിയലാത്ത പറയണം. അതിന്റെ ആവശ്യമില്ല, സ്കാഫോൾഡ് മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബോഡി കണ്ടെയ്നർ and we'll copy paste everything here. Okay, let's see how it works. Should have high in there. So folder my app. No media curriculum. No. What is this now? Return material app. Home. Scaffold. Okay, now it should work. Yeah. Okay. So ഇവിടെ വെയിറ്റ് സൂം ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഓറൽ സൈഡിൽ നോക്കിയിട്ടാണ് പേജ്. Yeah, there is a tiny high in here. സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ഫ്ലട്ടറിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. So what do we have here? ഞാനിപ്പോ കുറെ ഡീബഗ് ചെയ്തപ്പോഴത്തേക്കും must have figured it out. Run app is actually launching an app, and material app is providing you that app-ന്റെ കുറച്ച് functionalities. ആപ്പിന്റെ കുറച്ച് functionalities എന്ന് പറയുമ്പോൾ let's look at what they are. ഞാൻ അടിക്കുമ്പോൾ we have color here, okay, dark theme, lots of stuff. ഇതെങ്ങനെ എടുത്തു വെച്ചാൽ control space. You open the app, എവിടെയെങ്കിലും പോയിട്ട് just put the thing control space. It will show you all the options available within that context. ഇവിടെ കുറെ എന്തൊക്കെയുണ്ട്, കളർ, കീ,
root, blah blah blah, title. Actually, let's play with title. Cooler. Do that. ഇവിടെ അല്ല, അത് ഇവിടെ വരേണ്ട. വെരി കൂൾ ആപ്പ്. സി ഇറ്റ്സ് എ ടൈറ്റിൽ. ഈ ആപ്പിന്റെ എൻറ്റയർ സാധനത്തിന് അപ്ലൈ ചെയ്യുന്ന സാധനമാണ് ആ ടൈറ്റിൽ. ഹോമിനകത്താണ് ഹോം പേജ് എന്താന്ന് പറയുന്നത്. അത് ഏതിന്റെ പ്രോപ്പർട്ടിയാ? മെറ്റീരിയൽ ആപ്പിന്റെ ഒരു പ്രോപ്പർട്ടിയാ ഹോം. ഹോമിനകത്ത് നമ്മുടെ സ്കാഫോൾഡ് വെക്കുക. സ്കാഫോൾഡ് പ്രൊവൈഡ്സ് യു ഒരു പേജിന് ആവശ്യമുള്ള റിക്വയർഡ് സാധനങ്ങൾ. നൗ ഒരു പേജിന് എന്തൊക്കെയുണ്ട്? ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് വെബ്, കുറച്ചൊക്കെ സാമ്യം തുടങ്ങി കാണും. ഇപ്പം സ്കാഫോൾഡിനകത്ത് നമ്മുടെ പേജ് ഫുൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ബോഡിക്കകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ബോഡിക്കകത്ത് ഒരു കണ്ടെയ്നർ ഉണ്ട്. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ വെറും ഒരു പെട്ടി. വി ആർ നോട്ട് സെറ്റിംഗ് സൈസ് ഓർ എനിത്തിങ്, ജസ്റ്റ് ഒരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് ഓഫ് എ പെട്ടി. പെട്ടിക്കകത്ത് നമ്മൾ ഒരു ചൈൽഡ് എന്ന് പറയുമ്പോൾ പെട്ടിക്കകത്തുള്ള കണ്ടന്റ് ഇസ് എ ടെക്സ്റ്റ് കണ്ടെയ്നിങ് ദ സ്ട്രിങ് ഹൈ. ടെക്സ്റ്റ് കണ്ടെയ്നിങ് ഹൈ അത് കണ്ടെയ്നറിനകത്താണ് ഉള്ളത്. അതൊരു സ്കാഫോൾഡിന്റെ ബോഡിക്കകത്താണ് ഉള്ളത്. സ്കാഫോൾഡ് നമ്മുടെ മെറ്റീരിയൽ ആപ്പിനകത്തുള്ളത്, ദ വെരി കൂൾ ആപ്പിനകത്താണ് ഉള്ളത്. ഓക്കെ, നൗ ലെറ്റ്സ് ഡു എ ബിറ്റ് ഓഫ് പ്ലേയിങ് അറൗണ്ട് വിത്ത് ദിസ് തിങ്. ഇത്രയും സാധനം വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കളിച്ചു നോക്കാം. വാട്ട് ഡു വി ഡു ഹിയർ? ടൈറ്റിൽ ഉണ്ട്, ഉണ്ട്. ഓക്കെ, ഞാൻ സ്കാഫോൾഡ് എന്തുകൊണ്ടാണ് ഒരു പേജിന് ആവശ്യമുള്ള എല്ലാം തരണേന്ന് പറയാം. എൻ്റർ അടിച്ചിട്ട് ലെറ്റ്സ് ഡു ദിസ് തിങ്. You have app bar. Ooh, what is that? App bar എന്നൊരു സാധനമുണ്ട്. Okay, let's look at that. We have a lot of stuff in here. Lots of stuff. Okay, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. What might this latest heading 1 എന്നുള്ള കൊടുക്കാം. Heading 1. Oh, you can't do that. ഒരു ടെക്സ്റ്റ് ആക്കണം. I think it is a text. Oh, sorry. Text. Wait. Heading 1. Now let's look at that. അതായിരിക്കും നല്ലത്. ഓ ഓക്കെ, ഇവിടെ വന്നു. ഹെഡിങ് 1. ഹെഡിങ് 1 എന്നൊരു ആപ്പ് ബാർ വന്നു ഇവിടെ. എവിടെ? തിങ്ങിൽ. നമുക്ക് കണ്ടെയ്നറിൽ പക്ഷേ ഇപ്പൊ ഒരു ഹെഡിങ് ഉണ്ട്, ഹായ് ഉണ്ട്, ദാറ്റ് സാധനങ്ങളൊന്നുമില്ല. ലെറ്റ്സ് പുട്ട് എ ബഞ്ച് ഓഫ് എലമെന്റ്സ് ഇൻ ഹിയർ. നമുക്കൊരു ബട്ടൺ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ടെക്സ്റ്റിനെ വേണ്ടി ബട്ടൺ ആക്കാം ഇനി. സോ റൈറ്റ് നൗ കംഫർട്ടബിൾ, റൈറ്റ്? മെറ്റീരിയൽ ആപ്പ് ഉണ്ട്. ആപ്പിനകത്ത് ഹോം പേജിൽ നമ്മളൊരു സ്കാഫോൾഡ്, സ്കാഫോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പേജിന് ആവശ്യമുള്ള ബെയർ മിനിമംസ് എല്ലാം തരുന്ന സാധനം. അതിനകത്ത് വി ആർ ഹാവിങ് ആപ്പ് ബാർ ആൻഡ് എ ബോഡി. ബോഡിക്കകത്ത് ആക്ച്വലി ഇത് അപ്പെൻഡ് ചെയ്ത് ടാബ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ലൈക്ക് ഇപ്പോഴൊരു ഫോർമാറ്റ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ലൈക്ക് ഇതിങ്ങനെ ടാബ് ആപ്പ് ബാറിനകത്ത് ടൈറ്റിൽ, ബോഡി കണ്ടെയ്നറിനകത്ത് ചൈൽഡ്, ടെക്സ്റ്റ്. കീപ് യുവർ ഹെഡ് അറൗണ്ട് ദാറ്റ് തിങ്. ആപ്പിനകത്ത് ഇത്, ഇതിനകത്ത് അത് ആ ഒരു നെസ്റ്റഡ് ട്രീ പരിപാടി ഫെമിലിയർ ആവണം നിങ്ങൾ. ആയിക്കോളും. കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും യു വിൽ feel like this is intuitive until it's not. But till then this is fine. Now let's replace this text. Let's make it a button. Your go-to thing is elevated button. Elevated button കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു style ഇടാൻ പറ്റും. Let's put a style as text. Click me. No, hit me. Okay, let's do that. പക്ഷെ കഴിഞ്ഞില്ല. ബട്ടൺസിന് ഒരു കുഴപ്പമുണ്ട്. ദീസ് ബട്ടൺസ് ആർ നാസ്റ്റി ക്രീച്ചേഴ്സ്. ദേ വാണ്ട് ടു ബി ക്ലിക്ഡ്. അല്ലെങ്കിൽ ദേ ജസ്റ്റ് കീപ് കംപ്ലൈനിങ്. ഒരു ഡമ്മി ഫംഗ്ഷൻ ഇടണം. If you are not familiar with the concept of function, functions are just reusable pieces of code. That is a textbook definition. Just write a function. Like functions അറിഞ്ഞുകൂടെങ്കിൽ this is going to get hard. I'll tell you. Like Flutter is not something that you look up to as your first language. I highly discourage that.
I am not here to sell Google stuff, so I will tell that straight out. Never take Flutter as your first language. Huge mistake. This must be something that you're doing after you're comfortable with ഒരു ലാംഗ്വേജ് അത്യാവശ്യം മര്യാദയ്ക്ക് അറിയാം, ലാംഗ്വേജ് കോൺസെപ്റ്റ് ഒക്കെ അറിയാമെങ്കിൽ ദിസ് ഇസ് ഫൈൻ. ബട്ട് അല്ലെങ്കിൽ ഇത് പഠിക്കുന്നതിന് കുഴപ്പമില്ല, ബട്ട് നോട്ട് ഗോയിങ് ടു ബി ലൈക്ക് യുവർ ബെസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ബട്ട് യാ, മൂവിങ് ഓൺ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ, എപ്പോൾ വേണോ ചോദിച്ചോ. ഐ ആം ഹിയർ ടു ആൻസർ. ഐ ലൈക്ക് ടോക്കിംഗ് അബൌട്ട് പ്രോഗ്രാമിംഗ് ഇൻ ജനറൽ, ലൈക്ക് certain paradigms, functional programming, object oriented programming, എപ്പോൾ ഒബ്ജക്റ്റ് എഴുതണം, എപ്പോൾ അബ്സ്ട്രാക്ട് ചെയ്യണം, and I consume a lot of news, tech news. So I'm here to talk about that, but for now, functions അറിഞ്ഞുകൂടെങ്കിൽ you are in for a whooping. Yeah, continuing on, elevator button on പ്രസ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്, ഒരു ഫംഗ്ഷൻ അവിടെ കുത്തി കൊടുത്തേ പറ്റൂ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കൊടുത്തേ പറ്റൂ. ഫംഗ്ഷൻ ഒന്നും നീ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ ഇല്ലാന്ന് അതിനകത്ത് പറഞ്ഞു കൊടുക്കണം. ഒരു ഡമ്മി ഫംഗ്ഷൻ എഴുതി വെക്കണം. നെക്കിയ ഒന്നും നടക്കാത്തൊരു ഫംഗ്ഷൻ, നെക്കിക്കോ ഒന്നും നടക്കത്തില്ല, അങ്ങനെ ഒരു ഡമ്മി ഫംഗ്ഷൻ എങ്കിലും എഴുതി വെക്കണം. എലിവേറ്റർ ബട്ടന്റെ റിക്വയർമെന്റ് ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എലിവേറ്റർ ബട്ടന്റെ വണ്ടി ഹോവർ ചെയ്താൽ അത് ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. ആ കീ വിട്ടുകള റിക്വയർസ് എ ഫംഗ്ഷൻ ഓൺ പ്രസ്ഡ്. വേറെ ഒന്നും ഇതിന് വേണ്ട. ആ ചൈൽഡ് വേണമെന്ന് പോലും ഇല്ല, പക്ഷെ പ്രസിദ്ധ വല്ലതും നടക്കണം, അത് എഴുതണം. Let's try saving this. I saved it. Let's look at it. Oh, there we have it. Hit me. Click. Yeah, it clicks. പക്ഷെ ഒന്നും മരങ്ങളില്ലല്ലോ, ഒന്നും മാറുന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ മാറ്റണം. പക്ഷെ അതിന് പിന്നെ ക്ലിക്ക് ചെയ്താൽ ഡിസ്പ്ലേ എന്തെങ്കിലും ചെയ്ത ടെക്സ്റ്റ് ഫീൽഡും കൂടെ, ടെക്സ്റ്റും കൂടെ അവിടെ വയ്ക്കണ്ടേ. അപ്പൊ ലെറ്റ്സ് പുട്ട് എ ടെക്സ്റ്റ് ആൻഡ് നമ്മുടെ ഹിറ്റ് മീ. പക്ഷെ അതെങ്ങനെ വയ്ക്കും, അതെവിടെ വയ്ക്കും, അത് ചരിച്ച് ലൈക്ക് ഹൊറിസോണ്ടലി വെക്കുവോ, വെർട്ടിക്കലി സ്റ്റാക്ക് ചെയ്യുവോ, ഹൗ ഡു യു വാണ്ട് ടു പുട്ട് ഇറ്റ്? ലെറ്റ്സ് സേ ഫോർ നൗ നമുക്ക് ഹൊറിസോണ്ടലി ചെയ്തു പോവാം. അടിക്കടിക്ക് ഒന്നൊന്നതിൻ്റെ വണ്ടേ അല്ല, വെർട്ടിക്കലി അടിക്ക് പോവാം, സോറി, ഒന്നിൻ്റെ വണ്ടേ ഒന്ന് അയച്ചു വെക്കാം. സോ ലെറ്റ്സ് പുട്ട് മേലൊരു ടെക്സ്റ്റ്, താഴെ ഹിറ്റ് മീ ബട്ടൺ. ഹൗ ഡു യു ഡു ദാറ്റ്? വെൽ, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഈ ചൈൽഡിന്റെ ഒരു കുഴപ്പം പറയാം. ചൈൽഡ് എക്സെപ്റ്റ്സ് ഒരൊറ്റ വിഡ്ജറ്റ് ഉണ്ട്. ലൈക്ക് നമ്മളിപ്പോ സ്കാഫോൾഡിന് ബോഡിക്കകത്തൊരു കണ്ടെയ്നർ വെച്ചു, കണ്ടെയ്നകത്ത് ചൈൽഡ് വെച്ചു. ഈ ചൈൽഡിന്റെ കുഴപ്പം, ഒരു ചൈൽഡ് എടുക്കൂ, ചിൽഡ്രൻ എടുക്കത്തില്ല. അതിന് മൾട്ടിപ്പിൾ സാധനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. ഒരു എലമെന്റിനെ അത് അവിടെ കണ്ടെയ്ൻ ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ എലമെന്റ്സ് കണ്ടെയ്ൻ ചെയ്യാൻ പല സാധനങ്ങളുണ്ട്. വി ഹാവ് സ്റ്റാക്ക്, വി ഹാവ് കോളംസ്, വി ഹാവ് റോസ്. പ്രൈമർലി കോളം, റോ എന്ന സാധനങ്ങളാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത്. കോളം, റോ, യു മസ്റ്റ് ഓൾറെഡി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഐ എം സ്ക്രീൻ ഷെയറിംഗ്, റൈറ്റ്? സോ കോളം, റോ എന്ന് പറയുമ്പോഴത്തേക്കും ആസ് യു അണ്ടർസ്റ്റാൻഡ് കോളംസ്, റോസ് അങ്ങനെ അടി കഴിക്കണം. നമുക്ക് കോളത്തിൽ ഹിറ്റ് മീ സാധനങ്ങളൊക്കെ അടി കഴിക്കണം. ലെറ്റ്സ് ട്രൈ ഡു ദാറ്റ്. അപ്പോൾ ബോഡിയോടെ വെട്ടാം. ഇവിടെ അല്ലേ, ഇതുവരെ അങ്ങ് വെട്ടാം. നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് എന്തായാലും വേണ്ടേ, നമുക്കൊരു കണ്ടെയ്നർ, നമുക്കൊരു കോളം വേണം. ശരി, കോളത്തിനകത്ത് എന്ത് വേണം? ചിൽഡ്രൻ വേണം. ശരി, ചിൽഡ്രൻ വെക്കാം. ചിൽഡ്രൻ ഇസ് എ ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് മൾട്ടിപ്പിൾ എലമെന്റ്സ്. ഈ ആ മൾട്ടിപ്പിൾ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ പല ആ ചൈൽഡിനകത്ത് ഓരോ വിഡ്ജറ്റ് ഇല്ലേ, അതാണ് ഇവിടെ വയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ വേണ്ട? ഒരു ടെക്സ്റ്റ് വേണം, ആൾക്കാരെ എന്തെങ്കിലും ഇവിടെ അടിച്ചു വയ്ക്കുക. ടെക്സ്റ്റ് വേണം, പിന്നെ ഒരു ബട്ടൺ വേണം. ശരി, ബട്ടൺ പക്ഷെ വെറുതെ ബട്ടൺ എന്ത് കൊടുത്താലും ഒരു ഡമ്മി ഫംഗ്ഷൻ എങ്കിലും ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് ബഹളം പറ്റും. ചൈൽഡും വേണോ? ശരി, ചൈൽഡും നമുക്കൊരു ടെക്സ്റ്റ് വെക്കാം, അതിനകത്ത് എന്തെങ്കിലും വെക്കാം. ഇപ്പൊ എന്തോന്നായി നോക്കാം. വി ആർ സ്ലോലി ബിൽഡിങ് ടുവേർഡ്സ് നേരത്തെ കാണിച്ച ആപ്പ്. 5-6 ബട്ടൺ നിൽക്കുമ്പോൾ ഇതാവുന്നത് എങ്ങനെയാണെന്ന്. കൗണ്ടർ ആപ്പില്ലേ, അത് ബിൽഡ് ചെയ്ത് വരാം നമ്മൾ, അതിന്റെ ബേസിക്സ്. ശരി, നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് ഉണ്ട്.
Hello? Govind? Yeah. Student Is it my internet or is it Philanda's internet? faster. I'm pretty sure it's my internet. It's bad here. Should I put it in the text box? Yeah, would be very like helpful. Okay, there. Once again. Waiting for the text. Or should I not wait for the text? Hmm. Yes. Intense staring on the screen. You could really use some elevator music now. Okay, so ഞാൻ functions എന്ന് പറഞ്ഞപ്പോഴത്തേക്കും I gave the textbook definition. Okay, Aditya Kiran, what did you have to say? Oh, he went. Okay, കുഴപ്പമില്ല. So, ഫിലാൻഡ ചോദിച്ചു ഫങ്ഷൻ എന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്. So, for that, I don't know where to start exactly. A function is a reusable piece of code എന്ന textbook definition ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു പോയി. ബട്ട് ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പൈത്തണിൽ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഒരു സെക്കൻഡ്. കാരണം ഇറ്റ് ഈസ് മോർ റീഡബിൾ ഈ ഡാർട്ട് എന്ന ക്ലാപ്പിനെ കാട്ടി. ഷോർ വേണ്ട, 1 സെക്കൻഡ്. എനിക്ക് റെഡി ചെയ്യാം. Okay, let's say I want to print hi. Run this. It prints hi. Cool. പക്ഷേ ഹായ് മാത്രം പ്രിന്റ് ചെയ്താൽ ഇപ്പൊ ഹായ് പ്രിന്റ് ചെയ്തു. ഇനി ലെറ്റ്സ് സേ എനിക്ക് 2 വേരിയബിൾ ഉണ്ട്, a = 10, b = 20. ഇനി നിങ്ങൾക്ക് ചോദിക്കാം വേരിയബിൾസ് എന്താണെന്ന്. ഐ വിൽ മേക്ക് ദിസ് ബ്രീഫ്. ഞാനിത് ഒരു 9:18 ഈ ഭയങ്കര പ്രിറ്റി റുഡമെന്ററി ആയ ബേസിക് ഇപ്പൊ പറഞ്ഞു നോക്കും. ലെറ്റ്സ് മേക്ക് ഇറ്റ് 16, 9:16. So a = 10, b = 20. ഇത് രണ്ടും വേരിയബിൾസ്. വേരിയബിൾസ് ഇസ് ജസ്റ്റ് പ്ലേസ് ഹോൾഡേഴ്സ് ഫോർ വാല്യൂസ്. ഇപ്പൊ എനകത്ത് 10 കയറ്റി, ബിനകത്ത് 20 കയറ്റി. എനിക്കിനി എയും ബിനെ ആഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? പ്രിന്റ് a പ്ലസ് ബി. പ്രിന്റ് a പ്ലസ് ബി. പ്രിന്റ് സ്ക്രീനിൽ കാണിക്കണമെന്ന് എങ്ങനെ അറിയാം? അത് ആരോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാ സ്ക്രീനിൽ വരേണ്ടത്? എനെയും ബിനെ ആഡ് ചെയ്ത് കൊടുത്താൽ പ്രിന്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഏതോ ഒരു എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഇസ് some sets of code which takes an input എടുക്കണമെന്നില്ല, it does something. Something is abstracted away for you. നീ അറിയേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് സാധനം വർക്ക് ചെയ്യുന്നതെന്ന്. ആ സാധനം ഫംഗ്ഷൻ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കൺവീനിയൻസിന് വേണ്ടി എഴുതി വെച്ച കുറച്ച് സാധനങ്ങളാണ് ഫംഗ്ഷൻസ്. കൺവീനിയൻസ് മാത്രമല്ല, ഇതിന് വേറെ കുറെ യൂസുകളും ഉണ്ട്. പ്രൈമർലി കൺവീനിയൻസ്. അസംബ്ലി ലാംഗ്വേജ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഫംഗ്ഷൻ ഇല്ല, എല്ലാം ഒറ്റ വരി കോഡാ, കണ്ടിന്യൂസ് കോഡാ. അപ്പൊ പ്രൈമർലി കൺവീനിയൻസ് വേണ്ടി ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിന്റ് ഇസ് എ ഫംഗ്ഷൻ. എല്ലാത്തിലും ഉണ്ട് പ്രിന്റ്. ഈവൻ ഡാർട്ട് ഹാസ് പ്രിന്റ്. പൈത്തണിൽ പ്രിന്റ് ഇസ് ഈസി. നൗ എനിക്കിതല്ല, എനിക്ക് സം ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷൻ എടുക്കണം. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സം കണ്ടുപിടിക്കുന്നുണ്ട്, സം കണ്ടുപിടിച്ച് പ്രിന്റ് അടിക്കുന്നുണ്ട്, എപ്പോഴും പ്രിന്റ് അടിക്കുന്ന ഒരു സാധനമാണ്. സോ ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് ഈസി. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അടുത്ത സം ചെയ്ത് പ്രിന്റ് ചെയ്യണം. അങ്ങനെ ഞാൻ എന്തോ ഒന്നും കൂടെ a = സമ്മ് വരെ എനിക്ക് സ്ക്വയർ റൂട്ട് എടുത്തിരിക്കണമെന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ടിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? സ്ക്വയർ റൂട്ട്സ്. അല്ല, എനിക്ക് ചിന്തിക്കാൻ വയ്യ. നമുക്ക് സമ്മ് തന്നെ എടുക്കാം. a b സം എടുക്കണം. എനിക്ക് ഒന്നും കൂടെ ചെയ്യണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ എടുക്കും. a =
if I b equal to 100 print a plus b. ഞാൻ ഒന്നും കൂടി ഇതേ സാധനം എഴുതിക്കൊണ്ടിരിക്കണം ഓരോ തവണ. So how can we make life easier? Oh, we're going 16. പെട്ടെന്നാക്കാം. We can do something like define sum, which takes in two variables a and b. രണ്ട് പ്ലേസ് ഹോൾഡേഴ്സ് നമ്മൾ അവിടെ വയ്ക്കുക. എന്നിട്ട് പറയാണ് എ പ്ലസ് ബിനെ സം ചെയ്തങ്ങ് പ്രിന്റ് ചെയ്തോണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരു സാധനം എഴുതിയേക്ക് എനെയും ബിനെയും എടുത്ത് അതിനെ സം ചെയ്ത് പ്രിന്റ് ചെയ്തോണം. ഇതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? എനിക്ക് എല്ലായിടത്തും പോയിട്ട് സം 3500 സം 1020 ഇത് ചെയ്താൽ അത് എന്തോ ചെയ്തോളും, അതങ്ങ് പ്രിന്റ് ചെയ്ത് വെക്കോളൂ. അത് ആ സമ്മിനെ പ്രിന്റ് ചെയ്ത് വെക്കോളൂ. ഈ ഫംഗ്ഷനാലിറ്റി ഇതിനകത്ത് എഴുതി വെച്ചൊക്കെയാ. അപ്പൊ നീ നോക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഓ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതെങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒന്നും അറിയണ്ട, ഇത് പ്രിന്റ് ചെയ്ത് തരും ഔട്ട്പുട്ട്. ആരാണ് നമ്മുടെ ആഡ് ചെയ്ത് ഔട്ട്പുട്ട് ചെയ്ത് തരും. അപ്പൊ ഇതൊന്നും ചെയ്യണ്ട. A equal to 10, B equal to 20, print. You don't have to know any of that. You just know sum is a function that exists. ഇതാണ് functions in layman terms. That is 917 and I hope that answers it. We'll close this. That's a function. ക്ലാസ് എല്ലാ സാധനവും ഞാൻ പഠിപ്പിക്കുന്ന കാട്ടിയും നിങ്ങൾക്ക് ജ്യോതി മിസ്സിന്റെ കൈ കിട്ടുകയാണെങ്കിൽ ജ്യോതി മിസ് നന്നായി പഠിപ്പിക്കും. പറഞ്ഞേ ഉള്ളൂ. ശരി, അപ്പൊ ബാക്കി we have, so what did we do till now? രണ്ട് എലമെന്റ്സ് എടുത്തു, ഒന്ന് മേളിൽ ടെക്സ്റ്റ്, ഒന്ന് ബട്ടൺ താഴെ. നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഇത് കാണാൻ സുഖമില്ല. ഒരു അറ്റത്തെല്ലാം അടുക്കി വെക്കുകയാണെങ്കിൽ എനിക്ക് ഇത് ഫ്ലട്ടറൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഇത് സെന്റർ ആക്കണം, എളുപ്പമാണ്. കോളത്തിനെ, അത് കോളമാണ്, ഈ കോളത്തിനെ നമുക്ക് സെന്റർ ആക്കണം. ആക്ച്വലി there is something called മെയിൻ ആക്സസ് എലമെന്റ്, ക്രോസ് ആക്സസ് എലമെന്റ്. അതിന് പിന്നെ നമുക്ക് കോളത്തിനെ തന്നെ അങ്ങ് സെന്റർ ആക്കാം. റാപ്പ് വിത്ത് സെന്റർ. അതെങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ കൺട്രോൾ ഡോട്ട്, ഇവിടെ പോയിട്ട് കൺട്രോൾ ഡോട്ട് നിൽക്കുക, അതിനുള്ള ഓപ്ഷൻസ് എല്ലാം കാണിക്കും. ഞാൻ ഒരു സാധനത്തിനെ പോയിട്ട് കൺട്രോൾ ഡോട്ട് വെച്ച്, ഓ ഇത് സെന്ററായി. നമുക്കിനി ആ എന്ത് ചെയ്യണം? ആ ഫുൾ സ്ക്രീനിന്റെ ഇടയിൽ സെന്റർ ആക്കണം അല്ലേ? അപ്പൊ കോളത്തിനകത്ത് മെയിൻ ആക്സസ് അലൈൻമെന്റ് അങ്ങനെയല്ലല്ലോ, സെന്റർ. അത് ക്രോസസ് ആണ്, എനിക്ക് ഓർമ്മയില്ല, നോക്കാം. ഇറ്റ്സ് മെയിൻ ആക്സസ്. ഇപ്പൊ അങ്ങനെ ടെക്സ്റ്റ് കിട്ടി, കറക്റ്റ് ടെക്സ്റ്റ് നടുക്കൊക്കെ കിട്ടി. ഞാൻ ഇതെന്താ ചെയ്തേ? ഇത് സത്യം പറഞ്ഞാൽ മെയിൻ ആക്സസിൽ ഇവിടെ എക്സ്പാൻഡ് ഇട്ടിട്ട് ക്രോസ് ആക്സിസ് ഇവിടെ കൊടുക്കാം. എന്താ, അത് പല പല മെത്തേഡ്സ് ആണ്. വി വിൽ കവർ ഇറ്റ് ലേറ്റർ, നാളെ, ഇഫ് വി എവർ ഗെറ്റ് എ ചാൻസ് ടു. ബട്ട് ലൈക്ക് there are multiple ways to do the same thing in any languages, not just Flutter, any languages, and this is one way of centering element on a screen. നമ്മൾ ആ കോളത്തിനെ ആസ് എ ഹോൾ സെന്റർ ഒരു വിഡ്ജറ്റിനകത്ത് റാപ്പ് ചെയ്തു, അത് അതിനകത്തുള്ള എന്താണോ അതിനകത്ത് സെന്റർ ആക്കും. പിന്നെ കോളത്തിനകത്ത് നമുക്ക് ആ കോളത്തിന് നടുക്ക് പറഞ്ഞുണ്ടല്ലോ, കോളം ഇങ്ങനെ കോളത്തിനകത്ത് I will actually draw this thing. So how do we arrange columns? This is a column. ഒരു കോളത്തിനകത്ത് ഇങ്ങനെ പെട്ടി വെർട്ടിക്കലി സ്റ്റാക്ക് ചെയ്യാം അല്ലേ? അപ്പൊ കോളത്തിന്റെ മെയിൻ ആക്സസ് ഇതാണ്. കോളം വെർട്ടിക്കലി സ്റ്റാക്ക് ചെയ്യുന്നത്, ഇതിനെയാണ് മെയിൻ ആക്സസ് എന്ന് പറയുന്നത്. കോളത്തിനെ വെട്ടിക്കൊണ്ട് പോകുന്ന സാധനമാണ് ക്രോസ് ആക്സസ്. അപ്പൊ കോളത്തിൽ വെർട്ടിക്കലി സ്റ്റാക്ക് ചെയ്യുന്ന ആ ഹൊറിസോണ്ടൽ ആക്സസ് ആണ് എന്റെ ക്രോസ് ആക്സസ്. ഫ്ലട്ടറിൽ ഇത് വളരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. മെയിൻ ആക്സസ്, ക്രോസ് ആക്സസ്. നമുക്ക് മെയിൻ ആക്സസിന്റെ നടുക്കല്ലേ ഈ സാധനം വെച്ചാൽ നമ്മൾ സെന്റർ അടിച്ചപ്പോഴത്തേക്കും എന്തോന്നായി? ക്രോസ് ആക്സസിൽ അത് സെന്ററായി, കോളത്തിന്റെ ക്രോസ് ആക്സസിൽ അത് സെന്ററായി. നമുക്ക് അതിനെ പിടിച്ച് ഇനി കൈ അടുത്തത് ചെയ്യേണ്ടിയിരുന്നത് കോളത്തിന്റെ സെന്റർ ആക്കണമെന്നാണ്. മെയിൻ ആക്സസിന് അത് സെന്റർ ആക്കണം. ഇപ്പോൾ വാട്ട് ഡിഡ് ദിസ്, അതൊരു പ്രോപ്പർട്ടി ഉണ്ട്. കോളത്തിന്റെ മെയിൻ ആക്സസിന്റെ അലൈൻമെന്റ് എങ്ങനെ ആക്കണം? മെയിൻ ആക്സസ് അലൈൻമെന്റിൽ സെന്റർ ആക്കണം. ഓക്കെ, ഡൺ. It's really written out like that. You can read it and be like, oh yeah, makes sense. Once someone tells you this thing, it's like, ah yes, it's written out there. It's easy. Main access ചെയ്തു സെന്ററായി. പക്ഷെ ഈ
ഇത് കണ്ട ഇതുമാതിരി ഒട്ടിയിരിക്കുന്നു, ഒരു സുഖമില്ല. അല്ലെങ്കിൽ നമുക്ക് ബട്ടന്റെ സൈസ് കൂട്ടണം. നമുക്ക് അതെല്ലാം പറ്റുമോ എന്നൊക്കെ നോക്കാം. അതാണ് ടെക്സ്റ്റിന്റെ സൈസ് കൂട്ടിയാലോ? ടെക്സ്റ്റിന്റെ സൈസ് കൂട്ടണം. എങ്ങനെ കൂട്ടും? ലെറ്റ്സ് കവർ സം ഓപ്ഷൻസ്. ടെക്സ്റ്റിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ഓക്കെ, വി ഹാവ് സംതിങ് കോൾഡ് സ്റ്റൈൽ, direction, scale factor. I don't know what that is, but let's try playing in this. What if we do 5? എനിക്ക് അറിയത്തില്ല, അടിച്ചു നോക്കാം. Damn, that's huge. That's a chunky text. Let's make it more like you it mean x times ഇതുണ്ടോ? ഉണ്ട്, ഉണ്ടായിരിക്കണം. ഓ വേണ്ട, ഇത്രയും വേണ്ട. Let's do 2.5. Okay, this is decent enough. നമുക്കിനി പല പല സ്റ്റൈലിങ്ങും ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റൈലിങ്ങിന് വഴി ഞാൻ ഇനി പെട്ടെന്നൊന്ന് സ്റ്റേറ്റ്ലെസ്സും സ്റ്റേറ്റ് ഫുള്ളും കൂടെ കവർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കത്തില്ല. നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ബട്ടൺ ഓരോ തവണ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോഴാണ് കത്ത് തുടങ്ങി കാണും എന്താ സ്റ്റേറ്റ് എന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഓരോ തവണ ഈ ബട്ടൺ നിൽക്കുമ്പോഴത്തേക്കും അത് 1 തവണ 2 തവണ 3 തവണ 4 തവണ കൗണ്ട് ചെയ്യണം. ഇതുവരെ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും കൗണ്ടിങ്ങിന്റെ ആവശ്യം വന്നു? ഇല്ല. നമ്മളൊരു പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞു, മറന്നു. ടെക്സ്റ്റ് സെറ്റ് ചെയ്തു, സ്റ്റാറ്റിക്കാ, അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട. അത് സ്റ്റേറ്റ് ലെസ് ആണ്. doesn't have to store any state, doesn't have to store any information about its state. എന്തെങ്കിലും മാറുന്നുണ്ടോ? ഇല്ല. അത് സ്റ്റേറ്റ്ലെസ് ആണ്. അത് എപ്പോഴും ഒരേ രീതിക്കകത്തിരിക്കും. സ്റ്റേറ്റ് ഫുൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിഡ്ജറ്റ് ഓർ ദാറ്റ് തിങ് ഹാസ് ടു കീപ് ട്രാക്ക് ഓഫ് എന്തൊക്കെയോ ചേഞ്ച് ചെയ്യുന്നത് അതിന്റെ ഇന്റേണലി. ഇപ്പൊ ഈ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബട്ടനും ആ ടെക്സ്റ്റ് ഇരിക്കുന്ന ഒരേ പേജിനകത്ത്. അപ്പൊ ആ പേജിനകത്ത് എന്തോ കൺട്രോൾ ചെയ്യണം, ട്രാക്ക് ചെയ്യണം. എന്തോ ഒരു വേരിയബിൾ, നമുക്കൊരു കൗണ്ട് എന്നുള്ള വേരിയബിൾ ഇടാം. ആ കൗണ്ട് ട്രാക്ക് ചെയ്യണം. അപ്പൊ ഒരു തവണ ബട്ടൺ നിൽക്കുമ്പോൾ കൗണ്ട് കൂടണം, കൗണ്ട് കൂടുകയും ചെയ്യണം. ബട്ടൺ നമുക്കറിയാം, ബട്ടൺ നിൽക്കുമ്പോൾ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അത് നിറയ്ക്കാൻ പറ്റും. ഇറ്റ് ഇസ് എ അനോണിമസ് ഫംഗ്ഷൻ. അത് അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തേങ്ങാപ്പുല്ലെന്ന് പറയണ്ട, ഇതറണ്ട, ഡെഫ് ഇതാണ് അതാണ്, ലൈക്ക് ഒരു പേരിടണ്ട, ഫംഗ്ഷൻ ഒരു നെയിം ഇടണ്ട, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും വിത്ത് അനോണിമസ് ഫംഗ്ഷൻസ്. ബട്ട് യാ, what we're trying to do is hit me ആക്കുമ്പോഴത്തേക്കും it should increase, it should keep track of count കൂട്ടണം. അത് ഇവിടെ എവിടെയോ വരുന്നത് നമുക്കറിയാം, കാരണം this is where the function, like on press, this is what happens. എന്താ ടെക്സ്റ്റ് അപ്ഡേറ്റും ആവണം, ടെക്സ്റ്റിനകത്ത് കൗണ്ട് വരണം അല്ലേ? അതിനകത്ത് എവിടെയോ കൗണ്ട് വരാനുണ്ട്, നമുക്ക് വരുത്താം. how do we do that? സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്സിനകത്ത് സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല എന്നതൊരു ഫണ്ടമെന്റൽ സാധനം. നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വി നീഡ് ടു ഡു ദിസ്, this cannot be a stateless widget, this should be a stateful widget. നമുക്ക് കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ആപ്പിനെ ഫുൾ സ്റ്റേറ്റ്ഫുൾ ആക്കുന്ന ആപ്പിനെ സ്റ്റേറ്റ്ലെസ് ആക്കാം, ഇതിനെല്ലാം പിടിച്ച് വേറൊരു വിഡ്ജറ്റ് ആക്കാം, സ്റ്റേറ്റ്ഫുൾ ആക്കാം. ഇഫ് you know Flutter, it makes sense. If you don't know Flutter, leave it, doesn't make sense. പക്ഷെ അറിയാന്നുള്ളവർക്ക് ഞാൻ പറയാം, ആപ്പിനെ ഫുൾ സ്റ്റേറ്റ്ഫുൾ ആക്കുന്ന മണ്ടത്തരോ. കാരണം എന്നാ ഓരോ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഇത് ഫുൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ദ എൻറ്റയർ ആപ്പ് നീഡ്സ് ടു ബി റിഫ്രഷ്ഡ്. പക്ഷെ ഇതിനെ പിടിച്ച് വേറൊരു വിഡ്ജറ്റ് ആക്കിയാൽ, ഈ സ്കാഫോൾഡ് അല്ലെങ്കിൽ സ്കാഫോൾഡ് വേണ്ട, ബോഡി തൊട്ടുള്ള എല്ലാം പിടിച്ച് വേറൊരു വിഡ്ജറ്റ് ആക്കിയാൽ അത് റീറെൻഡർ ചെയ്യേണ്ടി വരത്തില്ല. ഇതിനെ മാറ്റി നിർത്താം. ഇവിടെ മാത്രമേ റിഫ്രഷ് നടക്കൂ. യുവർ ആപ്പ് ക്യാൻ ബി സ്റ്റേറ്റ്ലെസ്, ഇറ്റ് ഡസന്റ് ഹാവ് ടു കീപ് ട്രാക്ക് ഓഫ് സ്റ്റേറ്റ്. അത് വാസ് ഇന്റൻഡഡ് അറ്റ് അങ്ങനത്തെ ഓഡിയൻസ് ഹൂ നോസ് ഫ്ലട്ടർ. ടെക്നിക്കാലിറ്റീസ് ഓൺലി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി.
അല്ലെങ്കിൽ ചാറ്റ് GPT or Bing chat it. ഞാൻ കോഴ്സ് ഇനി എക്സ്ട്രാ പറയുന്നില്ല. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. സോ ഹൗ ഡു വി ഡു ദിസ്? സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് ഫുൾ ആക്കണം. സ്റ്റേറ്റ് ഫുൾ ആക്കി ഞാൻ കൺട്രോൾ കുത്ത് നിൽക്കി, അപ്പോൾ സ്റ്റേറ്റ് ഫുൾ ആക്കാനുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു, സ്റ്റേറ്റ് ഫുൾ ആയി. ശരി, സ്റ്റേറ്റ് ഫുള്ളകത്ത് എന്താ വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 മൈ ആപ്പ് ഉണ്ട്. ഇവിടെ ഒരു മൈ ആപ്പ് ഉണ്ട്, ഇവിടെ ഒരു മൈ ആപ്പ് സ്റ്റേറ്റ് ഉണ്ട്. പുതിയ രണ്ട് വേറെ ക്ലാസ്സാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആയ പോലെ. എൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു സാധനമുണ്ട്, ഓവർറൈഡ് സ്റ്റേറ്റ്, ക്രിയേറ്റ് സ്റ്റേറ്റ്, മൈ ആപ്പ് സ്റ്റേറ്റ്. വൂഡു മാജിക്, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദിസ്. ബട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട, സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്നത് ഇവിടെ. This is the machine that takes care of your state. ഇനി ഇവിടെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. നമുക്ക് എന്താ വേണ്ടത്? എന്തായിരുന്നു? ഫ്ലട്ടർ ഡാർക്ക് വാസ് ഡൈനാമിക് ഓർ സ്റ്റാറ്റിക്? രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. ഇൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇന്നാണ് ഇൻഡായിരിക്കും. ഇൻഡ് എ ഈക്വൽ ടു സപ്പോർട്ട്. എ അല്ല, കൗണ്ട് ആക്കാം. സോ വി പുട്ട് എ വേരിയബിൾ കൗണ്ട് 0, കാരണം ഇനിഷ്യലി 0 ആണല്ലോ. നമുക്ക് അതിനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം ടെക്സ്റ്റിനകത്ത്. ഹൗ ഡു വി ഡു ദാറ്റ്? ഐ സേവ്ഡ് ഇറ്റ്. ബുൾഷിറ്റ്. നമുക്ക് അതിനെ പിടിച്ച് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇന്റർപോളേഷൻ അല്ലേ? എഫ് ആണോ? സ്ട്രിങ് അല്ല, ഈ string interpolation in dark. Dollar ആണോ? Okay, never mind. See, this is the problem when you learn കുറച്ച് കൂടുതൽ languages, you get confused about what is where. വെറുതെ ഏതാ മതിയോ? ഇല്ല, you need to put the damn thing, I think. Oh no, okay, it works. Hey, you hit me 0 times. Okay, it works. വർക്ക്സ് ആയോ? ഇല്ല, നമുക്ക് ബട്ടൺ വെക്കുമ്പോഴത്തേക്കും കൗണ്ട് കൂടണം. സിമ്പിൾ. കൗണ്ട് പ്ലസ് പ്ലസ്. Now if you don't know what plus plus does, it is count is equal to count plus 1. If you never used it, you would, like, I can understand. C പഠിക്കാത്ത ഒരാൾക്ക് പ്ലസ് പ്ലസ് കാണുമ്പോൾ ആദ്യം കണ്ണു തള്ളും. This is like so damn useful. Count plus plus. Okay, അപ്പോൾ ലുക്ക് അറ്റ് ദിസ് തിങ്. ആക്ച്വലി നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം. ഓരോ തവണയും കൗണ്ട് കൂടുമ്പോഴേക്കും കൗണ്ട് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് കൗണ്ട് പ്രിന്റ് പറ്റുമെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല പറ്റുമോ ഇല്ലയോ എന്ന്. കൗണ്ട് let's see if it works. എനിക്കറിയുന്ന ഈ സ്റ്റേറ്റ്ഫുൾ സ്റ്റേറ്റസ് മാത്രമേ നടക്കൂ. കുഴപ്പമില്ല. This is very important. അതുകൊണ്ട് count is 1, count is 2, count is 3, count is 4. ഇവിടെ കൂടുന്നുണ്ട്, പക്ഷെ സ്ക്രീനിൽ അപ്ഡേറ്റ് ആവുന്നില്ലല്ലോ. Why the heck is that? I'm clicking it is being hit and count കൂടുന്നുണ്ട്. It is keeping track of എവിടെയോ. സ്ക്രീനിൽ അപ്ഡേറ്റ്, കാരണം സ്ക്രീനിൽ ഞാൻ പച്ചക്കല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെ ഡോളർ കൗണ്ട് 0 കാണിക്കുന്നുണ്ട്. ബാക്കി ഇനീഷ്യലി സെറ്റ് ചെയ്ത് സെറ്റായി, വേറെ സെറ്റ് ചെയ്ത് സെറ്റ് ആവുന്നില്ല. അതെന്തുകൊണ്ട്? കാരണം വെൻ യു ചേഞ്ച് സംതിങ് അബൌട്ട് ദ സ്റ്റേറ്റ്, അത് റെഫർ ചെയ്യുന്ന എല്ലാ വാല്യൂസും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി പറയണം. ഇതിൻ്റെ അടുത്ത് സ്റ്റേറ്റ് മാറിയിട്ടുണ്ട്, സ്റ്റേറ്റ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേറ്റ് മാറിയിട്ടുണ്ട്, സ്ക്രീൻ അപ്ഡേറ്റ് ചെയ്യും. So how do we do that? Simple. പറയാൻ വലിയ അലമ്പൊന്നും ചെയ്യാൻ വയ്യ. Set state. I hate this. Set state. ഇങ്ങനെ അതിനകത്ത് ഇത് സ്പെസിഫൈ. ഇതാണ് ഇതിന്റെ സിൻടാക്സ്. ഇനി ചെയ്യാൻ വേണ്ടി നോക്കാം. ഞാൻ ജസ്റ്റ് സെറ്റ് സ്റ്റേറ്റ് വിളിച്ചു. ഇത് സത്യം പറഞ്ഞാൽ തെറ്റായ വിളിയാണ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ ഇതിന്റെ കുറച്ചും കൂടി ടെക്നിക്കൽ ഡീറ്റെയിൽ പറയാം. പക്ഷെ ലുക്ക് അറ്റ് ദിസ് തിങ്. നൗ ഇറ്റ് വർക്ക്സ്. ഹിറ്റ് മീ ആക്കുമ്പോഴത്തേക്കും കൗണ്ട് കൂടുന്നുണ്ട്. വൗ, നൈസ്, ഫുൾ. The basic app is done.
ഇവിടെ എന്ത് കാര്യം നടക്കണേന്ന് ചോദിച്ചാൽ കൗണ്ട് കൂടി അതൊക്കെ ഓക്കെ, പ്രിന്റ് അതൊക്കെ ഓക്കെ, പക്ഷെ സെറ്റ് സ്റ്റേറ്റ് ആണ് സാധ്യം പറഞ്ഞ ആദ്യം doc. Notify the friend of the internal state of data changed when the make the change in a function that is immediately called synchronously. Lots of love to just say that Flutter അറിയിക്കും ഇത് അപ്ഡേറ്റ് ചെയ്യാൻ സമയമായി, അപ്ഡേറ്റ് ചെയ്യും. Like force the screen to re-render. ശരി, ഇനി ഞാൻ പറഞ്ഞു ഇത് ഇവിടെ അല്ല ചെയ്യേണ്ടിയിരുന്നത്. കൗണ്ട് സത്യം പറഞ്ഞാൽ ലൈക് സെറ്റ് സ്റ്റേറ്റ് ഹാസ് ആക്ച്വലി ഹാവിങ് ദിസ് ഒരു ഫംഗ്ഷൻ മാൻഡേറ്ററി ആവുന്ന എൻ്റെ വിശ്വാസം അല്ലേ? ആണ്. സെറ്റ് എന്തായാലും അനോണിമസ് ആയിട്ടൊരു ഫംഗ്ഷൻ എടുക്കും അല്ലേ? റിക്വയർഡ് അല്ല, ഐ തിങ്ക് ഇറ്റ്സ് റിക്വയർഡ്. ഈ ഫംഗ്ഷനകത്ത് വേണം റൺ ചെയ്യാൻ, എന്തെങ്കിലും ഇൻക്രിമെന്റ് ചെയ്യാനോ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് വേണം കോൾ ചെയ്യാൻ. അപ്പൊ അവിടെ സെറ്റ് സ്റ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ആ ഫംഗ്ഷനകത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ടാണ് സ്ക്രീൻ സെറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ പ്രസ്ഡ് യു വിൽ കോൾ എനി അതർ ഷിറ്റ്, സോറി ഇറ്റ്സ് റെക്കോർഡഡ്, നെവർ മൈൻഡ്. ഈ ഓൺ പ്രസ്റ്റിനകത്ത് യു വിൽ ബി ഡൂയിങ് എനി API കോൾസ് ദാറ്റ് യു വാണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം സ്ക്രീനിലല്ല എന്തെങ്കിലും അല്ലാത്ത ഫങ്ഷനാലിറ്റീസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവിടെ ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്തെങ്കിലും വേരിയബിളിന്റെ വാല്യൂ മാറ്റുന്നുണ്ട്, എന്തെങ്കിലും സ്റ്റേറ്റിന്റെ വാല്യൂ മാറ്റുന്നുണ്ടെങ്കിൽ സെറ്റ് സ്റ്റേറ്റിനകത്തുള്ള ഫംഗ്ഷനകത്ത് വേണം ഇതിടാൻ. ഫോർ നൗ ഐ വിൽ നോട്ട് ഡു ദാറ്റ് ബിക്കോസ് ഐ ഹേറ്റ് കൺവെൻഷൻസ്. അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഫോളോ കൺവെൻഷൻസ്, ഡിയർ കിഡ്സ്, ഫോളോ കൺവെൻഷൻസ്. It makes life easier, it improves your code quality really well. You start to see the difference when you write standard code. ഉള്ളതാ ഞാൻ ഇതൊക്കെ പറയുന്നെങ്കിലും ഞാൻ ഇപ്പം ഇത് കാണിക്കുന്നില്ലെങ്കിലും ഐ ട്രൈ ടു ആക്റ്റീവ്ലി റൈറ്റ് സ്റ്റാൻഡേർഡ് പറയുന്ന കോഡ്. കാരണം നമുക്ക് തന്നെ ഒരു വില കൂടും നമ്മുടെ കോഡിനോട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് കോഡ് ഇത് എന്തോന്നു. We understand the such code more. So yeah, we did this. We have count. We are doing all this shenanigans. So what did we cover today? പെട്ടെന്ന് പോകാം, കാരണം ഇത് നിങ്ങൾ ഇന്ന് പോയി ചെയ്ത് നോക്കണം. ഇത് ചെയ്ത് നോക്കാൻ ഒന്നും വേണ്ട, ഇത് ഫ്രം സ്ക്രാച്ച് ചെയ്യാൻ ഒന്നും വേണ്ട. ഞാൻ എന്തെങ്കിലും റെഫറൻസ് നോക്കിയ ഇല്ല. ഞാൻ ഫ്ലട്ടർ തൊട്ടിട്ട് ഏകദേശം 6-7 മാസമായി തൊട്ടിച്ചില്ല. സോ like if I can do it right now with ഒരു 1 hour of അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി, നിങ്ങൾക്ക് ഇത് കണ്ടിരുന്നല്ലേ, നിങ്ങൾക്ക് ഇത് എളുപ്പമായിരിക്കും. So what did we do? ആദ്യം നമ്മൾ material.dart എടുത്തു. material.dartനകത്താണ് ഈ മെറ്റീരിയൽ ആപ്പിന്റെ ഇതെല്ലാം കാണുമ്പോൾ അറിയാം മെറ്റീരിയൽ ആപ്പ് UI ആണ്. കണ്ടിട്ടില്ലെങ്കിൽ മെറ്റീരിയൽ UI ഗൈഡ്ലൈൻസ് ആണ്. മെറ്റീരിയൽ UI അതന്നെ UI. ഇത് മെറ്റീരിയൽ UI ആണോ? അല്ലല്ലോ. ആണോ? ആണ്. തന്നെ. ഇത് MUI 3 ആണോ MUI 2 ആണോ? ഇത് 3. We need 2. MUI 2. Yeah, this one. Yeah. This is material design. ബാറ് നമ്മളെ പഴയ എവരി സ്കാം ആപ്പ് സ്റ്റോറിനകത്തുള്ള ആപ്പും ലുക്സ് ലൈക്ക് ദിസ്, ഈ ഗൈഡ്ലൈൻസ്. ബിക്കോസ് ദിസ് ഇസ് വാട്ട് ഗൂഗിൾ ഒഫീഷ്യലി ഗിവ്സ് യു ബിൽഡ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഇറ്റ്സ് എക്സ്ട്രാ എഫേർട്ട്. ദിസ് ഇസ് നോ എഫേർട്ട്, ഗൂഗിൾ ജസ്റ്റ് ഗിവ്സ് യു. അപ്പൊ അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ material.dart എന്നൊരു പാക്കേജ് യൂസ് ചെയ്യുന്നത്. ദിസ് പാക്കേജസ് ലൈക്ക് അവർ തരുന്ന കുറേ ടൂൾസ്. ശരി, ഇന്ന് നമ്മൾ വോയിഡ് മെയിൻ അതിനകത്ത് റൺ ആപ്പ് എന്നൊരു ഫംഗ്ഷൻ. വോയിഡ് മെയിൻ ഇസ് ദ എൻട്രി പോയിന്റ്. ഫ്ലട്ടർ കണ്ണു പറഞ്ഞാൽ ഇതേ കാണും. വോയിഡ് മെയിൻ ഉണ്ടോ? മെയിനകത്ത് എന്താ അത് മാത്രം റൺ ചെയ്യും, ബാക്കി അത് നോക്കത്തില്ല. മെയിനകത്ത് എന്തുണ്ടോ അത് മാത്രം വിളിക്കും, വേറെ ഒന്നും അത് വിളിക്കത്തില്ല. ശരി, മെയിനകത്ത് റൺ ആപ്പ് ഉണ്ട്. റൺ ആപ്പ് അക്സെപ്റ്റ് ആപ്പ് ഒബ്ജക്റ്റ്, അതിനെ പിടിച്ച് സ്ക്രീനിലിട്ട് കാണിക്കും. ആപ്പ് വേണം, മൈ ആപ്പ്. മൈ ആപ്പ് നമ്മൾ സ്റ്റേറ്റ്ഫുൾ ആക്കി. നമ്മൾ ആദ്യം സ്റ്റേറ്റ്ലെസ് ആയിട്ടാണ് ഉണ്ടാക്കിയത്, ഇപ്പോൾ സ്റ്റേറ്റ്ഫുൾ ആണ്. ശരി, മൈ ആപ്പ് ഉണ്ട്. മൈ ആപ്പിനകത്ത് കുറേ ഇറലവൻറ്റ് സാധനം തുടങ്ങുന്നത് ആക്ച്വലി ഈ
വിഡ്ജറ്റ് ബിൽഡ് കോണ്ടെക്സ്റ്റ് അതിന്റെ റിട്ടേൺ കിട്ടണം സാധനം ആക്ച്വലി തുടങ്ങുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ആദ്യം റിട്ടേൺ ചെയ്യുന്ന സാധനം ഇത് മെറ്റീരിയൽ ആപ്പാ. ഇത് ആദ്യം റിട്ടേൺ ചെയ്യേണ്ട മെറ്റീരിയൽ ആപ്പാ. ഈ മെറ്റീരിയൽ ആപ്പാണ് ഞാൻ പറഞ്ഞത്, ഈ റൺ ആപ്പ് അക്സെപ്റ്റ്സ് ആൻ ആപ്പ്. അപ്പം മെറ്റീരിയൽ ആപ്പാണ് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. മെറ്റീരിയൽ ആപ്പ് ഹാസ് എ ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ്, ടൈറ്റിൽ, ഹോം, പിന്നെയും കൂടെ സാധനങ്ങളുണ്ട്, കളറൊക്കെ ഉണ്ട്. നമുക്ക് ചുമലയാക്കാം. പല പ്രോപ്പർട്ടീസ് ഉണ്ട്. കളർ, ടൈറ്റിൽ, ആപ്പ് ബാർ, ആപ്പ് ബാർ അല്ല, ഹോം. ആപ്പ് ബാർ അകത്തല്ലേ വരേണ്ട, സ്കാഫോൾഡിനകത്ത്. വൈ ഇസ് ഇറ്റ് നോട്ട് ചുമല? ബട്ട് വൈ ഇസ് ഇറ്റ് നോട്ട് ചുമല? ഞാൻ ശരിയാക്കാം, പിന്നെ ശരിയാക്കാം. I don't want to spend time on that. Okay, material app, and then we have title, home. ഹോമിനകത്താണ് നമ്മൾ സ്കാഫോൾഡ്. വാട്ട് ഇസ് എ സ്കാഫോൾഡ്? സ്കാഫോൾഡ് ആണ് ഈ പേജ് ഉണ്ടാക്കാൻ തരുന്ന എല്ലാ സാധനവും തരുന്നത്, ബേസിക് സാധനം. ഓക്കെ, സോ സ്കാഫോൾഡിനകത്ത് വി ഹാവ് നമ്മൾ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച്, ഒരു ആപ്പ് ബാർ ഉപയോഗിച്ച്, ബോഡി ഉപയോഗിച്ച്, വേറെ കുറേ സാധനങ്ങളുണ്ട്. വി ഹാവ് സ്റ്റഫ് ലൈക്ക് എവിടെ ബോട്ടം നാവ് ബാർ, ബോട്ടം ഷീറ്റ്, ഡ്രോയർ, എന്തൊക്കെയോ ഉണ്ട്. ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ, ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ബട്ടൺ കുറെ സ്റ്റഫ്. നമ്മൾ വെച്ചത് ആപ്പ് ബാറും ബോഡിയും മാത്രം. ആപ്പ് ബാറാണ് ഈ മേലെ കണ്ട സാധനം. അതിനകത്ത് കുറെ ഫങ്ഷനാലിറ്റീസ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ബോഡിക്കകത്ത്, ബോഡിയാണ് നമ്മുടെ ഈ കാണുന്ന വെള്ള ഭാഗം. ശരി, ബോഡിക്കകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു സെൻട്രൽ വിഡ്ജറ്റിനകത്താണ് ഇത് കിടക്കുന്നത്. പിന്നെ കോളത്തിനകത്ത് നമ്മൾ എന്താ ചെയ്തിരിക്കുന്ന, ടെക്സ്റ്റിനെയും ബട്ടണിനെയും അടുക്കി വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ്, ബട്ടൺ. ശരി, അതിനെ സെൻറ്റർ ആക്കാൻ വേണ്ടി മെയിൻ ആക്സസ് അലൈൻമെന്റ് സെൻറ്റർ ആക്കി. മെയിൻ ആക്സസും ക്രോസ് ആക്സസും എന്താ ഞാൻ പറഞ്ഞു തന്നു. ഇത് കോളത്തിന്റെ ക്രോസ് ആക്സസ് ഒക്കെ അലൈൻമെന്റ്. ഇതാണെങ്കിൽ റോ ആണെങ്കിൽ ഇങ്ങനെ വരും. കോളം ആയതുകൊണ്ട് ഇങ്ങനെ, റോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു. ഓക്കെ, ജസ്റ്റ് ചെയ്യുന്ന നമ്മൾ കോളത്തിനെയൊക്കെ അലൈൻ ചെയ്തു. ഇനി നമുക്ക് ടെക്സ്റ്റ് ഒരു കണ്ടന്റ് കൊടുത്തു. സ്കെയിൽ ഫാക്ടർ അല്ല, പല പ്രോപ്പർട്ടീസ് ഉണ്ട്. സ്റ്റൈൽ എന്ന സാധനം പൊതുവെ ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ പൊട്ടത്തരമാണ്. വെറുതെ കളിച്ചെന്നേ ഉള്ളൂ ഇത് വെച്ചിവിടെ. ടെക്സ്റ്റ് വി ഹാവ് വേരിയബിൾ ബട്ടൺ, ഓൾ ദാറ്റ് സ്റ്റഫ്. ബട്ടണിനകത്ത് ഞാൻ കുറെ പ്രോപ്പർട്ടീസ് കൊടുത്തു. വി ഡിസ്കസ്ഡ് അബൌട്ട് അനോണിമസ് ഫങ്ഷൻസ്, വി ഡിസ്കസ്ഡ് അബൌട്ട് ഓൺ പ്രസ്. ബട്ടൺ ബഹളം വെക്കുന്ന ഇതാ, അതിന് ഓൺ പ്രസ് ഫംഗ്ഷനകത്ത് എല്ലാം കൊടുത്തേ പറ്റൂ, അനോണിമസ് ഫംഗ്ഷൻ. പിന്നെ നമ്മൾ ഒരു കൗണ്ട് വെച്ച് എല്ലാം ട്രാക്ക് ചെയ്യാന്ന് തീരുമാനിച്ചു. ഇപ്പൊ ഒരു കൗണ്ട് വേരിയബിൾ ഇട്ടു. പിന്നെ നമ്മളത് പ്രിന്റ് ചെയ്യുന്ന ഇപ്പൊ അനാവശ്യം, എൻ്റെ ആവശ്യമില്ല. കൗണ്ട് കൂട്ടുന്നുണ്ട്. കൗണ്ട് കൂടുമ്പോൾ ടെക്സ്റ്റ് സെറ്റ് ആവണം. അപ്പൊ ടെക്സ്റ്റിനകത്ത് നമ്മൾ കൗണ്ട് സെറ്റ് ചെയ്യുന്നു. സ്ട്രിങ്ങിനകത്ത് വേരിയബിളിനെ ഡയറക്റ്റ് എടുത്ത് കുത്തുകൊണ്ട് ഡോളർ സൈൻ ഉപയോഗിക്കാം. ഇതിനെ പറയുന്നതാണ് സ്ട്രിങ് ഇന്റർപോലേഷൻ. ഗൂഗിളിൽ നോക്കിക്കും, ഇറ്റ് ഇസ് എ ഗുഡ് തിങ്. എല്ലാ ലാംഗ്വേജസും ഒരുവിധം സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് സ്ട്രിങ് ഇന്റർപോലേഷൻ. ശരി, നമ്മൾ സ്ട്രിങ് ഇന്റർപോലേറ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു ഇത് എത്ര ക്ലിക്ക് ചെയ്താലും അക്കൗണ്ട് അപ്ഡേറ്റ് ആവണില്ല. അകത്ത് അപ്ഡേറ്റ് ആവുന്നുണ്ട്, പക്ഷെ പുറത്ത് അപ്ഡേറ്റ് ആവണില്ല. അപ്പൊ നമ്മൾ സെറ്റ് സ്റ്റേറ്റ് എന്താണെന്ന് പഠിച്ചു. സ്റ്റേറ്റ്ഫുള്ളും സ്റ്റേറ്റ്ലെസിന്റെയും കാര്യങ്ങൾ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ പിന്നെ വ്യക്തമാവുന്നത്. അതിനകത്ത് ഒരു അനോണിമസ് ഫംഗ്ഷൻ കൊടുത്തേ പറ്റൂ. ഈ അനോണിമസ് ഫംഗ്ഷൻ മര്യാദയ്ക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞു. ഓൺ പ്രശ്നത്ത് യു ഡു വാട്ട് ഇസ് റിക്വയർഡ്. പക്ഷെ എന്തെങ്കിലും സ്റ്റേറ്റ് മാറണമെങ്കിൽ ആ സ്റ്റേറ്റിനകത്തുള്ള ഫംഗ്ഷനകത്ത് വേണം കൊടുക്കാൻ. പക്ഷെ this is what a basic counter looks like. Now the session is like almost done. ഇതാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്നാലേ ഇതിനെക്കാട്ടിയും കൂടുതൽ എന്തൊക്കെയോ ഉദ്ദേശം ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. ഈ ചാറ്റ് ആപ്പ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കൗണ്ടർ ആപ്പ് കുറെയൊക്കെ ആയി, പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. എന്തോ നമ്മൾ നോക്കിയതാണ്ട് ഈ കോഡ് ഇപ്പൊ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ആദ്യം ലോഡ് ചെയ്യുമ്പോൾ ഈ കാണുന്ന കോഡ് ഇപ്പൊ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ലോഡ് ചെയ്യുമ്പോൾ വായിച്ചു നോക്കും. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം വായിച്ചിട്ടായെന്നുള്ളത് നിങ്ങൾ ഇഷ്ടമുള്ള ടൈപ്പ്. ഐ വുഡ് പ്രിഫർ യു ഡു ദിസ്. ഇതൊക്കെ ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് വാട്സപ്പിൽ ഇട്ടാൽ ഞാൻ
I'll be happy. Because, like, you spend your time sitting here watching the stuff. I also spend my time teaching you the stuff. So give and take. Nah, just put it on WhatsApp. I'll be happy. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു. നാളെ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ എല്ലാ കോഡിങ്ങിന് ചെയ്തതിനും മെനക്കേടാ. ബട്ട് പീപ്പിൾ, ബ്രില്യൻ പീപ്പിൾ, കുറച്ച് ഫംഗ്ഷനാലിറ്റീസ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ സ്ക്രാച്ച് കാർഡ് പോലെ നമുക്ക് ചെയ്തുകൂടെ? മറ്റേ GPA ഗിഫ്റ്റ് കാർഡ്, സ്കാം സാധനം, പക്ഷെ ആ സാധനം നമുക്ക് ചെയ്യാൻ പറ്റൂലേ? I was looking at something interesting and found this like a package. It's called a Scratcher package. Actually എടുത്തു തരാം. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല Scratcher Flutter. ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചുരുണ്ടുമ്പോൾ സാധനം കാണിച്ചിരുന്ന സാധനം. ദിസ് ഇസ് ഫൺ, റൈറ്റ്? ഈ സാധനം നമ്മുടെ ആപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്തേലും ഒരു രീതിയിൽ? ലെറ്റ്സ് സേ ഒരു ബട്ടൺ വെക്കാം. ബട്ടൺ വെക്കുമ്പോൾ പുറകെ എന്തോ ഒരു മെസ്സേജ് സെറ്റ് ആവും റാൻഡംലി. എന്നിട്ട് അത് വായിച്ചു കഴിയുമ്പോൾ സാധനം അറിയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും സാധനം ഒരു ബട്ടൺ വെക്കുമ്പോൾ അത് റാൻഡമായി ഒരു വേർഡ് സെറ്റ് ചെയ്യും ബാക്ക്ഗ്രൗണ്ടിൽ. ഇത് കാണണമെങ്കിൽ സ്ക്രാച്ച് ചെയ്ത് നോക്കണം. ഇങ്ങനെ ഡൈസ് റോൾ പോലെ എന്തെങ്കിലും വായിക്കാം. ഡൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് റിവീൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വായിച്ച് നോക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കും? ഇതെങ്ങനെ ചെയ്യും? നിങ്ങളിപ്പോൾ എന്താ പഠിച്ചേ? ഇത് ബട്ടൺ നെക്കി കൗണ്ട് ചെയ്യാൻ മാത്രമേ അറിയാവുള്ളൂ. അവിടെ നിന്ന് നമ്മളൊരു എക്സ്റ്റേണൽ ലൈബ്രറി ഉപയോഗിച്ച് ഒരു ആപ്പ് എങ്ങനെ ഉണ്ടാക്കും, അതാണ് ബേസിക്. സാറ് നമ്മൾ നാളെ പറയുന്നത്. ലൈക്ക് ഐ ഹാഡ് മോർ പ്ലാൻസ് ഫോർ ദിസ്, പക്ഷേ ദ പേസിങ് ആസ് ഐ എക്സ്പെക്റ്റഡ് പോണില്ല. ഇത് എൻ്റെ കഴിവ് കേടാ, വേറെ ആരെയും എനിക്ക് ബ്ലെയിം ചെയ്യില്ല. സോ we sort of did this. What we have this left. ഇതാവും എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നമുക്ക് ഇല്ല ഒതുക്കാം. നാളെ ഇത് അങ്ങനെ ചെയ്യാം. We will build ആ സ്ക്രാച്ച് കാർഡിന്റെ പരിപാടി. Okay, cool. That's all I had to cover mainly ഇന്ന്. Session is done. How to connect NAO. The best way, I hope it's not being recorded now. കാരണം റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് കണ്ടൊക്കെ അവസ്ഥ. ഐ ആം എ വെരി വെരി ആക്റ്റീവ് ഷിറ്റ് പോസ്റ്റർ ഓൺ ട്വിറ്റർ. ഈ 1967 ആകെ വന്നത് ജൂണിന് ശേഷമാണ് ഈ മര്യാദയ്ക്ക് എൻ്റെ പഴയ അക്കൗണ്ടൊക്കെ ബാനായിപ്പോയി. അതുകൊണ്ട് വയലറ്റ് 96 ബിക്കോസ് 69 വേറെ ആരും എടുത്തോണ്ട് പോയി. അയ്യോ, വയലറ്റ് 96 മൈ ട്വിറ്റർ ടാഗ്. I talk about AI stuff on a daily basis. December 21, that's a few days ago. But yeah, I tweet a lot. അവിടെ വരെയാണെങ്കിൽ would be fun. Banned with the ones with bad reasons. 69 forever, man. 69 forever. But yeah, Twitter is fun. I would actually like all of you guys to be on Twitter. Twitter vibe ആണ്. ലൈക്ക് കോളേജിൽ നടക്കുന്ന എല്ലാവരും ചീത്ത വിളിക്കണമെങ്കിൽ ട്വിറ്റർ വന്ന് ചീത്ത വിളി, ആരും നോക്കാൻ. ആൻഡ് ആക്ച്വലി ഐ ഗോട്ട് ജോബ് ഓഫേഴ്സ് ഫ്രം ട്വിറ്റർ.